ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഗുഡ് ഈവനിങ്. എല്ലാവർക്കും ന്യൂസ് മലയാളത്തിന്റെ ശുഭസായാഹ്നം നേരുകയാണ്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപുള്ള സെമി ഫൈനൽ എന്നുപോലും വിശേഷിപ്പിക്കുന്ന തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് കേരളം കാതോർത്ത് കഴിഞ്ഞിരിക്കുന്നു. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച അതിവേഗത്തിൽ 3 മുന്നണികളും പരസ്പരം മത്സരിക്കുമ്പോൾ ന്യൂസ് മലയാളം കേരളമാകെ സഞ്ചരിക്കുകയാണ്. എന്താണ് കേരളത്തിന്റെ പൊളിറ്റിക്കൽ പൾസ്? ആ പൊളിറ്റിക്കൽ പൾസിനൊപ്പം ന്യൂസ് മലയാളത്തിന്റെ പൊളിറ്റിക്കൽ മാസ് ഇന്നിതാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിന്ന് ആരംഭിക്കുകയാണ്. എനിക്കൊപ്പം 3 പ്രധാനപ്പെട്ട മുന്നണികളുടെ പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെ തന്നെ നമ്മുടെ ആദ്യത്തെ പൊളിറ്റിക്കൽ മാസിന്റെ ലക്കത്തിൽ അതിഥികളായി ലഭിച്ചിരിക്കുന്നു. കോൺഗ്രസിൽ നിന്ന് ശ്രീ KS ശബരീനാഥൻ, ഒപ്പം തന്നെ LDF-ൽ നിന്ന് ശ്രീ SP ദീപക്, ഒപ്പം തന്നെ NDA-യുടെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള ശ്രീ VV രാജേഷ് എന്നിവരാണ് നമ്മുടെ 3 അതിഥികളൊപ്പം തിരുവനന്തപുരത്തെ പ്രബുദ്ധരായ വോട്ടർമാരും നമുക്കൊപ്പം പൊളിറ്റിക്കൽ മാസിന്റെ ഈ ആദ്യത്തെ ലക്കത്തിൽ നമുക്കൊപ്പം ചേരുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം ശ്രീ SP ദീപകിലേക്കാണ്. പതിറ്റാണ്ടുകളായി ഈ നഗരസഭ ഭരിക്കുന്ന ഒരു മുന്നണി, ഒരു പാർട്ടി ഇത്തവണ വിജയം ഉറപ്പിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്ത് കാരണം കൊണ്ട് ഉറപ്പിക്കുന്നുണ്ട്? കാരണം നമ്മുടെ നാട്ടിൽ നടന്നിട്ടുള്ള വികസനം തന്നെയാണ് അതിന് മറുപടി എന്നുള്ളതാണ്. നമ്മുടെ 9.5 വർഷം കൊണ്ട് നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റും അതുപോലെ തന്നെ നമ്മുടെ 10 വർഷത്തെ നഗരസഭയും നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് ജനങ്ങൾ മനസ്സിൽ തട്ടുന്ന രൂപത്തിലായിരുന്നു എന്നുള്ള കാര്യത്തിനകത്ത് സംശയമില്ല. നാട് മുഴുവൻ വികസിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. അതിൽ പൊതുജനം എന്ന് പറയുന്നത് വികസനത്തിനോടൊപ്പം ആണ് എന്ന് പറയുന്നതിനകത്ത് ഒരു സംശയവുമില്ല. നാട്ടിലെ ക്ഷേമ പ്രവർത്തനങ്ങളെന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിന് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളൊരു കാലഘട്ടമാണ്. ഏകദേശം 1 കോടിയോളം വരുന്ന ജനങ്ങൾ ക്ഷേമപ്രവർത്തനത്തിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടാൻ പോകുന്ന ഒരു സംസ്ഥാനമായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ സന്തോഷത്തോടുകൂടി ജീവിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സാഹചര്യം നമ്മുടെ നഗരസഭയിലും നമ്മുടെ സംസ്ഥാനത്തും ഉണ്ടായിരിക്കുകയാണ്. അതുകൊണ്ട് ഉറപ്പായി ഈ പ്രാവശ്യം ഇടതുമുന്നണി ജയിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് ചരിത്ര വിജയമായിരിക്കും ഈ പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പിനകത്ത് നഗരസഭയ്ക്കകത്ത് നമ്മുടെ LDF നേടുന്നതെന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ശ്രീ SP ദീപക്, അങ്ങ് മത്സരിക്കുന്നുണ്ട്. കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരം നഗര നിവാസികൾക്ക് സന്തോഷം മാത്രമേ LDF ഭരണസമിതി നൽകിയിട്ടുള്ളൂ. അത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഈ പ്രോഗ്രാം നടക്കുന്ന സ്ഥലം തന്നെ മാനവികം തന്നെ എടുത്തു നോക്കൂ. എത്ര സന്തോഷത്തോടുകൂടിയാണ് ആളുകൾ ഇവിടെ ഇന്നിപ്പോൾ ജീവിക്കുന്നത്. നമ്മൾ ഒരു 5 വർഷം മുമ്പ് ഉള്ളൊരു മാനവികം വീതിയാണോ ഇന്നത്തെ ഈ മാനവികം വീതി എന്ന് പറയുന്നത്? നമ്മളിവിടെ ഇറങ്ങി നിന്നതിന് ശേഷം ഇടത്തോട്ടും വലത്തോട്ടും ഒന്ന് നോക്കിയാൽ തന്നെ കാണാം ഏറ്റവും നല്ല റോഡുകളും ജീവിത നിലവാരങ്ങളും നമ്മുടെ ഒരു ചെറുപ്പത്തിൻ്റെയും ഒരു യുവത്വത്തിൻ്റെയൊക്കെ തന്നെ ഒരു മുഖ സാന്നിധ്യമായി ഈ പറയുന്ന മാനവിക വീതി മാറി എന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് മറ്റെല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ. എവിടെ നോക്കിയാലും മനുഷ്യർ വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കുന്ന ഒരു ജീവിത നിലവാരം മെച്ചപ്പെടുത്തിയിട്ടുള്ള ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറി എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് തെരഞ്ഞെടുപ്പുകളായി BJP ആണ്, NDA ആണ് ഈ നഗരസഭയിലെ പ്രധാനപ്പെട്ട പ്രതിപക്ഷം. ആ പ്രതിപക്ഷം എന്ന് പറയുന്ന പേര് മാറ്റി ഭരണപക്ഷം എന്നെത്താൻ സാധിക്കുമെന്ന് ശ്രീ VV രാജേഷ് കരുതുന്നുണ്ടോ? തീർച്ചയായും അത് അങ്ങനെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഒരു പൾസുള്ളതുകൊണ്ടാണല്ലോ അങ്ങ് എന്നോട് ചോദിച്ചത് തന്നെ ഈ ചോദ്യം. അപ്പം അങ്ങയുടെ മനസ്സിൽ തന്നെ പ്രതിപക്ഷമാണ് അല്ല, അങ്ങയുടെ മനസ്സിൽ തന്നെ BJP ഭരണപക്ഷത്താകാൻ പോകുന്നു എന്നുള്ള സ്പാർക്കുള്ളത് കൊണ്ടായിരിക്കാം അങ്ങ് എന്നോട് ചോദിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് സമൂഹത്തിൽ നിന്നും കിട്ടുന്ന പൾസാണ് ഇവിടെ പ്രതിഫലിച്ചത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഈ തവണ ജനങ്ങളോട് ഭരിക്കുവാൻ ഞങ്ങൾക്കൊരവസരം തരണമെന്ന് പറഞ്ഞത് 5 വർഷവും ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ഏറ്റവും ഉണർന്ന് പ്രവർത്തിച്ച ഒരു പ്രതിപക്ഷം, ഏറ്റവും ഉത്തരവാദിത്വത്തോടെ പ്രവർത്തിച്ച ഒരു പ്രതിപക്ഷം, അങ്ങനെ ഒരു പ്രതിപക്ഷത്തിൻ്റെ കടമ നിർവഹിച്ചതിന് ശേഷം ജനകീയ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് ജനശ്രദ്ധയിൽ കൊണ്ടുവന്നതിന് ശേഷമാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളോട് വോട്ട് ചോദിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഒരവസരം ജനങ്ങൾ തരാൻ കാത്തിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് ദിനം എത്താൻ വേണ്ടി തിരുവനന്തപുരത്തെ ജനങ്ങൾ, തിരുവനന്തപുരത്തെ സ്നേഹിക്കുന്ന ജനങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ വിശകലനം, ഞങ്ങളുടെ വിലയിരുത്തൽ. അങ്ങനെ BJP വിലയിരുത്തുമ്പോൾ അഡ്വക്കേറ്റ് KS ശബരീനാഥൻ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാക്കി പ്രഖ്യാപിച്ച് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റേതാണ്. ആ എഡ്ജ് നിങ്ങൾക്ക്
തിരുവനന്തപുരം കോർപ്പറേഷനിൽ കിട്ടും? തീർച്ചയായിട്ടും തിരുവനന്തപുരം കോർപ്പറേഷനിൽ, തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസിന് അടിത്തറയുള്ള ഒരു ജില്ലയാണ്. കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷൻ നമ്മൾ സീറ്റൊക്കെ പുറകിൽ പോയിട്ടുണ്ടെങ്കിലും തീർച്ചയായിട്ടും അത് രാഷ്ട്രീയകരമായിട്ടുള്ള ജനങ്ങളുടെ ഒരു വിധിയെഴുത്താണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചില പാർട്ടിക്കുള്ളിലുള്ള വിഷയങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ തെറ്റിദ്ധരുത്തിക്കൊണ്ട് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയവും വികസനവും പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് ജനങ്ങളുടെ മുന്നിലേക്ക് പോകുമ്പോൾ അതിന് ഇരുകൈ നീട്ടി ശ്രീ കെ മുരളീധരനും ഞാനും ഒക്കെ നയിച്ച ജനകീയ വിചാരണ യാത്ര 101 വാർഡിൽ പോയപ്പോൾ അവിടെ വാർഡിലുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വളരെ പ്രതീക്ഷയോടെ കോൺഗ്രസ്സെ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ കഴിഞ്ഞ ഒരു 40 വർഷത്തിൽ കൂടുതലായി ഇവിടെ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് SP ദീപക് എല്ലാവരും ഹാപ്പിയാണെന്ന് പറയുമ്പോഴും നമ്മുടെ നമ്പർ 1 എന്ന് നമ്മളെല്ലാം പറയുന്നത് തിരുവനന്തപുരത്താണ്. എന്തൊക്കെ കാരണം പറഞ്ഞാലും ഇവിടെ ആമേഴഞ്ചാൻ തോടിൽ വീണ് ജോയ് എന്ന് പറഞ്ഞാൽ മരണപ്പെട്ടത്. ഒരു സാനിറ്റേഷൻ വർക്കർ അവിടെ ഈ പറയുന്ന കുഴിക്കകത്ത് വീണ് അദ്ദേഹത്തിൻ്റെ ബോഡി ഡീകമ്പോസ് ചെയ്യുന്ന നിലയിൽ തകരപ്പറമ്പിൽ കിട്ടിയപ്പോൾ ഒരു തിരുവനന്തപുരംകാരനായി എനിക്ക് ഹാപ്പി ആവാൻ പറ്റത്തില്ല, സന്തോഷവാനാവാൻ പറ്റത്തില്ല ശ്രീ SP ദീപക് എന്നത് ഹൃദയത്തിൽ തട്ടി ഞാൻ ആദ്യമേ പറയുകയാണ്. അതേപോലെ ശ്രീ രാജേഷ് ഏട്ടൻ നമ്മൾ നല്ല ബന്ധമുള്ളതാണ്. വളരെ ശക്തമായ ഉണർവിലൂടെ കോർപ്പറേഷന് പുറത്തുനിന്ന് പറയുമ്പോഴും ഞാൻ കേട്ടിട്ടുള്ളത് അവിടുത്തെ കൗൺസിലറായിരുന്ന അങ്ങയുടെ അറ്റൻഡൻസ് ഏറ്റവും മോശമാണെന്നുള്ളത് പല ആളുകളും പറയുന്നുണ്ട്. കൗൺസിലിൽ അങ്ങ് പോകാറില്ല എന്നുള്ളത് BJP ആളുകൾ തന്നെ പറയുകയാണ്. അതുകൊണ്ട് ഈ രണ്ടാളുകൾ BJP രാഷ്ട്രീയം, BJP 2 മുനിസിപ്പാലിറ്റികളിൽ ആണ് ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചത്. ഒന്ന് പന്തളം മുനിസിപ്പാലിറ്റി, ഒന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റി. പാലക്കാട് ബൈ ഇലക്ഷനിൽ പാലക്കാട് മുനിസിപ്പാലിറ്റി വർക്ക് ചെയ്യാൻ പോയി തിരുവനന്തപുരത്ത് BJPക്കാർ ചോദിക്കുകയാണ് ഇതെന്തൂട്ട് മുനിസിപ്പാലിറ്റിയാണ്, സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ല. പന്തളം മുനിസിപ്പാലിറ്റിയിൽ അവിടെ തമ്മിലടിയാണ്. ആരാണ് ചെയർപേഴ്സൺ എന്നുള്ളത് കാര്യം ചോദിച്ചാൽ ഇപ്പോഴേക്കും ശ്രീ രാജേഷിന് ഡൗട്ടായിരിക്കും. അതുകൊണ്ട് BJPക്ക് ജനങ്ങൾ അവസരം കൊടുത്ത 2 പ്രദേശങ്ങളിലും BJP തകർന്നിരിക്കുകയാണ്. തിരുവനന്തപുരം ജില്ലയെ, ഭാവിയുടെ നഗരമാകേണ്ട തിരുവനന്തപുരം ജില്ലയെ ഇല്ലാതാക്കി പിന്നോട്ടടിച്ച് പദ്ധതി നിർവഹണത്തിൽ പോലും SC/ST പദ്ധതി നിർവഹണം, ഞാൻ CAG റിപ്പോർട്ടാണ് പറയുന്നത്, വെറും 1.5% പദ്ധതി നിർവഹണം തിരുവനന്തപുരത്ത് CPMൻ്റെ LDF കോർപ്പറേഷൻ നടത്തുമ്പോൾ ഞാൻ ഹാപ്പി അല്ല ദീപക്കേട്ട. അതേപോലെ തന്നെ ടോട്ടൽ ഫണ്ടിന്റെ 40% ഞാൻ ഹാപ്പി. രാജേഷിനെ പറ്റി ഒരു വ്യക്തിപരമായ ആരോപണം കൂടി ഉണ്ട്, മറുപടി പറയാം. ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ BJP സുഹൃത്തുക്കൾ പറഞ്ഞതാണ്. അല്ല, ഞാനതൊക്കെ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ആസ്വദിക്കുന്ന ആളാണ്. ജനാധിപത്യത്തിൽ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ വരണമല്ലോ. ഞാൻ പറയാം, ഞാൻ ആദ്യത്തെ ഭാഗം പറഞ്ഞപ്പോഴേക്കും മറ്റ് സംഘടനകളൊന്നും പരാമർശിക്കാതെ പോയി. പക്ഷേ ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെതിരെ വരുമ്പോൾ എനിക്ക് മറുപടി പറയേണ്ടതായിട്ടുള്ളൂ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. തിരുവനന്തപുരം കോർപ്പറേഷൻ 1940 രൂപം കൊള്ളുന്നത്. 21 തോന്നുന്നു മുനിസിപ്പാലിറ്റി, ഫസ്റ്റ് മുനിസിപ്പാലിറ്റിയാണ്. ആയിക്കോട്ടെ, ഞാൻ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് 1940 അതിനുശേഷം ഇന്ന് വരെ എടുത്താൽ ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള ഏറ്റവും കളർഫുള്ളായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇപ്പോഴാണ്. അതായത് ഒരു മുൻ MLA തന്നെ 2 തവണ MLA ആയ അദ്ദേഹത്തെ തന്നെ കോൺഗ്രസ് ആദ്യം പാനലിനെ ലീഡ് ചെയ്യാൻ വേണ്ടി നിശ്ചയിക്കുന്നു. അല്ല, CPIM മുൻ MLA പഞ്ചായത്തിലേക്ക് മത്സരിപ്പിക്കുന്നുണ്ട്, അത് സ്വാഭാവികമല്ലേ? അല്ലല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആദ്യമായിട്ടാണ് അഭിനന്ദിക്കുകയാണ് രാജേഷ്. അല്ലല്ല, ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്യട്ടെ. ഞാനൊന്ന് കംപ്ലീറ്റ് ശബരി പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. അതായത് BJP പറയുന്നത് കേൾക്കുവാൻ പോലും അവർ സമാധാനപ്പെട്ട് നിൽക്കുന്നില്ല. ഞാൻ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങളെ കാണുന്നത്. ഒരു മുൻ MLA തന്നെ കോർപ്പറേഷനിലേക്ക് ആദ്യം ലീഡ് ചെയ്യാൻ വേണ്ടി ഇറക്കുന്നു. ഒരു മുൻ MP LDFൻ്റെ മേയർ ക്യാൻഡിഡേറ്റ് വരുമെന്നുള്ള വാർത്തകൾ വരുന്നു. BJPയുടെ ഭാഗത്തുനിന്ന് ഒരു മുൻ കേന്ദ്രമന്ത്രി മേയർ ക്യാൻഡിഡേറ്റ് ആവുമെന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ ചിലത് വസ്തുതയുണ്ട്. ഇപ്പോൾ ശബരിയുടെ വസ്തുതയായിട്ട് വന്നു, മറ്റുള്ളതൊക്കെ തന്നെ വാർത്തകളാണ്. അപ്പോൾ വളരെ നേരത്തെ തന്നെ K മുരളീധരനെ പോലുള്ള ഒരു മുൻ KPCC പ്രസിഡന്റ് ചുമതല ഏറ്റെടുത്ത് കോർപ്പറേഷനിലേക്കൊക്കെ വരുന്നു. അപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ എനിക്ക് തോന്നുന്നു ഏറ്റവും ശ്രദ്ധാകേന്ദ്രമായിട്ടുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഈ വർഷമാണ്. എന്താണ് ഈ വർഷത്തിൻ്റെ പ്രത്യേകത? ഇവിടെയാണ് BJPയുടെ പ്രസക്തി. അതായത് കഴിഞ്ഞ 5 വർഷവും തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഞങ്ങൾ 35 കൗൺസിലർമാർ ഏറ്റെടുത്ത് നടത്തിയ ജനകീയ പ്രശ്നങ്ങൾ, ജനകീയ സമരങ്ങൾ, ജനകീയ ഇടപെടലുകൾ, ആ ഇടപെടലുകളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഈ തെരഞ്ഞെടുപ്പ് ഇത്രത്തോളം സജീവമാക്കിയത്. ഞാൻ ഇപ്പോൾ ശബരിയിൽ ഒരു കാര്യം പറയട്ടെ. ഇപ്പം ഞാൻ കോർപ്പറേഷനിൽ പോയ ദിവസമൊക്കെ നമുക്ക് അവിടെ അറ്റൻഡൻസ് ബുക്ക് ഉണ്ട്, നിങ്ങൾ എടുത്തു നോക്കിയാൽ മതി. പക്ഷേ ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചതുകൊണ്ടാണ്, ഞാൻ വ്യക്തിപരമായിട്ട് ദീപകിനെ ഒന്നും പറയില്ല, ദീപക് എല്ലാം മനോഹരമാണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം, കോർപ്പറേഷനിൽ ഞങ്ങൾ കൗൺസിലറായിട്ട് എനിക്ക് സമയം തരണം, കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. ഞങ്ങൾ കൗൺസിലർമാരായിട്ട് അവിടെ BJP പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ അവിടെ എത്തുന്നത് 2015-ലാണ്. 2020 ഞാൻ കൗൺസിൽ ചെന്നിട്ട് 2020 ഡിസംബർ 22 സത്യപ്രതിജ്ഞ ചെയ്ത് അവിടെ ചെന്നപ്പോൾ തന്നെ കുറേ ഇൻഫർമേഷൻസ് കിട്ടി ഇവിടുത്തെ അഴിമതിയെക്കുറിച്ച്. ഞങ്ങളൊരു ടീമിനെ നിയോഗിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ പറയുന്നു, അവർ പഠിച്ചിട്ട് 2021 3 മാസം കഴിഞ്ഞപ്പോൾ ഫെബ്രുവരി മാർച്ചിൽ ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ റിപ്പോർട്ട് കിട്ടി. ആറ്റുകാൽ പൊങ്കാല ഒറ്റ അടുപ്പിലാണ് നടന്നതെന്ന്. മണ്ണന്തല വരെ ആറ്റുകാൽ പൊങ്കാല നടന്നുവെന്ന് അതിൻ്റെ
ചവർ മാറ്റിയിൽ 4 ലക്ഷം രൂപ ആയി എന്ന് പറഞ്ഞിട്ട് എഴുതിയെടുക്കാനുള്ള പരിശ്രമം നടത്തി. അവിടെ ഞങ്ങളുടെ പോരാട്ടം തുടങ്ങി. ഞങ്ങൾ കഴിഞ്ഞ 5 വർഷവും വീട്ടിൽ കിടന്ന് ഉറങ്ങിയതിനേക്കാൾ കൂടുതൽ ഞങ്ങൾ തെരുവിലായിരുന്നു. ഞങ്ങൾ കോർപ്പറേഷൻ ഹാളിൽ ലോഞ്ചിൽ സമരം ചെയ്യുകയായിരുന്നു. ഞങ്ങൾ നന്ദാവനം ക്യാമ്പിലായിരുന്നു. ഞങ്ങൾ ജയിലറകളിലായിരുന്നു, ആശുപത്രികളിലായിരുന്നു. തിരുവനന്തപുരത്തെയും കേരളത്തിലെയും സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് സമരം ചെയ്തു. ശബരിനാഥ്, അങ്ങയുടെ പാർട്ടി 42 കൗൺസിലർമാരുണ്ടായിരുന്നു. MA വാഹിദ് പ്രതിപക്ഷ നേതാവായിരുന്നു. LDFുമായി ചേർന്നുകൊണ്ട് അവിടെ നടന്ന അഴിമതികളുടെ പങ്ക് പറ്റിയതുകൊണ്ടാണ് നിങ്ങളുടെ കൗൺസിലർമാരുടെ എണ്ണം ഇന്ന് 8 മാറിയത് കൈപ്പത്തി അടയാളത്തിൽ. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കാത്തത് കൊണ്ടാണ് നിങ്ങളെ മൂലക്കിരുത്തിയത്. ഉത്തരവാദിത്തപ്പെട്ട പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ 5 വർഷം പ്രവർത്തിച്ചിട്ടാണ് ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ജനങ്ങളോട് ഓട്ടിക്കുന്നത്. ദീപക് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ കാണുന്ന മാനവീയം വീതി, ഈ കാണുന്ന മാനവീയം വീതി, അല്ല പറയട്ടെ, ഇതുകൂടെ പറഞ്ഞോട്ടെ. മാനവീയം വീതി നരേന്ദ്രമോദി ഗവൺമെന്റ് 100 സിറ്റികൾ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കൊടുത്ത 1000 കോടി രൂപയിൽ പെട്ടിട്ടാണ് ഈ മാനവീയം വീതി ഉൾപ്പെടെ തിരുവനന്തപുരത്ത് നിന്ന് കാണുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും, ഞാൻ പറയുന്ന ഔദാര്യമൊന്നുമല്ല, അർഹിക്കുന്നതാണ്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം കൊടുക്കാത്ത ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം കഴിഞ്ഞ 8-10 വർഷമായി തിരുവനന്തപുരത്ത് നടത്തിയിട്ടുണ്ടെന്ന് ദീപകിന് ചൂണ്ടിക്കാണിക്കാം. അതിനുമുമ്പ് ശ്രീ രാജേഷ് ഏട്ടൻ പറഞ്ഞതിൻ്റെ അറ്റൻഡൻസിൻ്റെ കാര്യം അങ്ങ് തന്നെ അത് ക്ലാരിഫൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. അങ്ങ് ക്ലാരിഫൈ ചെയ്തു. രണ്ടാമത്തെ കാര്യം, അങ്ങ് കോർപ്പറേഷനെതിരെ പറഞ്ഞ കാര്യങ്ങൾ, ഈ പറഞ്ഞ അഴിമതിക്കെതിരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റാണ്. നിങ്ങൾ നടത്തിയ പഠനങ്ങൾ, ഈ ആറ്റുകാൽ പൊങ്കാല നടക്കാത്ത സമയത്ത് പൊങ്കാലയുടെ പേരിൽ പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിച്ചതിൻ്റെ കാര്യം കറക്റ്റാണ്. പക്ഷേ ആ കമ്മിറ്റിക്കകത്ത് ശ്രീ തിരുമൻ അല്ലെന്നൊരു വ്യക്തിയും കൂടെ ഉണ്ടായിരുന്നു രാജേഷേട്ടാ. നിങ്ങൾക്ക് വേണ്ടി പഠനം നടത്തി അഴിമതി കണ്ടുപിടിക്കാതിരുന്ന ആ കമ്മിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തിരുമൻ അല്ലെന്ന് പറഞ്ഞ് നമുക്കെല്ലാം വ്യക്തിബന്ധം എന്നുള്ള ആ വ്യക്തി ഇന്നിവിടെ ഇല്ല. അദ്ദേഹം മരണപ്പെട്ടു. ഇന്ന് അതിന് തൊട്ടടുത്ത് തൃക്കണ്ണാപുരത്ത് ചെറുപ്പക്കാരൻ മരണപ്പെട്ട് അതിലേക്ക് കടക്കുന്നില്ല. അല്ല, വ്യക്തിപരമായ കാര്യങ്ങൾ, കോർപ്പറേഷൻ വിഷയം സംസാരിക്കുമ്പോൾ കോർപ്പറേഷൻ പറയണം. അതിലൊന്നും പറയാതെ പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് കയ്യും കെട്ടിയിരുന്നിട്ട് വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുന്ന ഈ ദിവസം ഞാനൊരു കാര്യം, അത് വ്യക്തിപരമായ ഒരാളുടെ കോർപ്പറേഷനിലെ വിഷയങ്ങൾ, അതായത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഉണ്ടായിരുന്നത് പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ പാർട്ടി ഓഫീസിൽ സ്ത്രീകളെ റേപ്പ് ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, അല്ല ഞാനങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാൻ പറയുന്നത് ഇത് CPM രക്ഷപ്പെടുത്താനാണ്. ഇവിടെ ഒരാൾ മരണപ്പെട്ട് എനിക്ക് ആലോചിക്കാൻ പറ്റാ, നിങ്ങളൊരു പാർട്ടിക്കാരൻ, നിങ്ങൾ മത്സരിക്കുന്ന വാർഡിനപ്പുറത്ത് മരണപ്പെട്ട് കിടക്കുകയാണ്. എന്നെ അവിടെ നിന്ന് കോൺഗ്രസ്സുകാർ വിളിക്കുകയാണ്. ഇവിടെ ചർച്ചയ്ക്ക് അങ്ങ് വരുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. അങ്ങയുടെ തൊട്ടടുത്തുള്ള അങ്ങ് മത്സരിക്കുന്ന BJPയുടെ ഒരു പ്രവർത്തകൻ മരണപ്പെട്ട് കിടക്കുമ്പോൾ ഇവിടെ വന്ന് ഇങ്ങനെ പറയുന്നത് എനിക്ക് വലിയ വിഷമം. എന്നെ പാർട്ടിക്കാർ വിളിച്ചു, ഞാൻ പറഞ്ഞു പ്രോഗ്രാം രക്ഷപ്പെടുത്താൻ വേണ്ടി ഇത്രത്തോളം ഔദാര്യം. കഴിഞ്ഞ തവണ 22 സീറ്റ് 10-12 സീറ്റ് CPM ഔദാര്യമായിട്ട് സംഭാവന കൊടുത്തിട്ട് അവിടെ വന്നിരിക്കുന്നത്. 48 സീറ്റ് 8 സീറ്റായിരുന്നു CPM സേവ് ചെയ്യാൻ വേണ്ടി. ഇവിടെ RSS പ്രവർത്തകനെ പാങ്ങോട് വാർഡിൽ കഴിഞ്ഞ ആഴ്ച റൂട്ട് മാർച്ചിന് പോയ ആളിപ്പോ CPI ആയിട്ട് മത്സരിക്കുക. ആ ആൾക്കാരാണ് പറയുന്നത് നമ്മളെ കുറിച്ച്. കടകംപള്ളി സുരേന്ദ്രന് ലോക്കൽ കമ്മിറ്റി ചർച്ച ചെയ്യുമ്പോഴേക്കും വിഷയത്തിലേക്ക് എത്താം. ഞാൻ പറയാം അതിനുള്ള മറുപടി. ഇവിടെ CPM പിൻവാതിൽ നിയമനത്തിനടുത്ത് രാജേഷ് ഏട്ടൻ അടക്കമുള്ള ആൾക്കാരും സമരം ചെയ്തിട്ട് പോയി. ഞാൻ അഭിമാനത്തോടെ പറയുന്നു, തിരുവനന്തപുരം കോർപ്പറേഷനിൽ യുവാക്കൾക്ക് ജോലി എടുക്കാതെ 15,000 ആളുകളെ മെഡിക്കൽ കോളേജിലും കോർപ്പറേഷൻ പിൻവാതിൽ നിയമനം നടത്തിയതിനെതിരെ 55 ദിവസത്തെ സമരം കോർപ്പറേഷൻ നടത്തിയ പാർട്ടിയുടെ പേര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ്. അന്ന് അപ്പുറത്ത് വലതുവശത്ത് ഇച്ചിരി ദിവസം രാജേഷ് ഏട്ടൻ ഉണ്ടായിരുന്നല്ലോ. ശരി, പറഞ്ഞല്ലേ ഇവിടെ വെച്ച് ശ്രീ SP ദീപക് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറഞ്ഞു. രണ്ടുപേരും പറയുന്ന പക്ഷെ ഒരു കാര്യമുണ്ട്, ഭരണം ആകെ കുഴപ്പമാണ്. ഒരു കുഴപ്പമില്ല. ഞാൻ ചോദിക്കുന്നത്, ഇവർ ആരോപണങ്ങൾ വയ്ക്കുന്നുണ്ട് അല്ലേ? അഴിമതിയെ സംബന്ധിച്ച് ആരോപണങ്ങൾ വയ്ക്കുന്നുണ്ട്. എന്താ ഏതെങ്കിലും ഒരു ഏജൻസി അതിനെ സംബന്ധിച്ചൊരു ഒരു FIR രജിസ്റ്റർ ചെയ്യാത്തത്? ആരോപണങ്ങൾ ആർക്കും പറയാൻ വേണ്ടിയിട്ട് പറ്റും അല്ലേ? നമ്മുടെ നാട്ടിൽ ഒരു ചെലവുമില്ലാത്ത ഒരു കാര്യമാണ് ആരോപണങ്ങൾ വയ്ക്കുക. സംസ്ഥാന ഓഡിറ്റ് വകുപ്പ് നമ്മൾ തന്നെ ആലോചിച്ച് നോക്കൂ. ഇവിടെ എന്ത് നിയമനങ്ങളാണ് നമ്മുടെ ഈ പറയുന്ന കോർപ്പറേഷനിലും ഈ പറയുന്ന ഏതോ സ്ഥാപനങ്ങളൊക്കെ പറയുന്നത് എന്ത് നിയമനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? അവിടെയെല്ലാം നടക്കേണ്ട നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട നിയമനങ്ങൾ തന്നെയാണ് നടന്നിട്ടുള്ളത്. രണ്ടാമത്തെ കാര്യം, നമ്മൾ ചർച്ച ചെയ്യുമ്പോഴത്തേക്ക് യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യമായി കാണാൻ വേണ്ടിയിട്ട് പറ്റണം. നമ്മുടെ കഴിഞ്ഞ 5 വർഷത്തെ കോർപ്പറേഷൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു വർഷം 1200 കോടി രൂപയുടെ ബഡ്ജറ്റാണ് വയ്ക്കുന്നത്.
അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 6000 കോടി രൂപയുടെ ബഡ്ജറ്റ് വെച്ച് അതിനകത്ത് നിന്നുകൊണ്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ആണ് നമ്മുടെ നഗരസഭയ്ക്കകത്ത് നടന്നത്. എന്താ ഈ പറയുന്ന 10 ലക്ഷം ആളുകൾ തിങ്ങിപ്പാർക്കുന്നതാണ് നമ്മുടെ നഗരസഭ എന്ന് പറയുന്നത്. 1,13,000 ആളുകൾക്ക് ഈ പറയുന്നത് പോലെ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ഞങ്ങളെല്ലാം ഇന്ന് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ട് ജനങ്ങളുടെ ഇടയിലേക്ക് ചെല്ലുമ്പോഴത്തേക്ക് ആളുകളെല്ലാം നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതാണ് നാട്ടിലെ വികസനം എന്ന് പറയുന്ന അടിസ്ഥാനപരമായി സാധാരണ ആളുകൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രവർത്തനമാണ് ഈ പറയുന്ന സന്തോഷമെന്നും പറയുന്നത്. ഇപ്പോൾ വാട്ടർ കണക്ഷൻ നമ്മുടെ ഒരു കോർപ്പറേഷൻ ലിമിറ്റിനകത്ത് വാട്ടർ കണക്ഷൻ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. ഇത് ഒരു വികസന പ്രവർത്തനമല്ലേ? നമ്മുടെ നാട്ടിൽ വീടില്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റി. അതൊരു വികസന പ്രവർത്തനമല്ലേ? നമ്മളെ നാട്ടിനകത്ത് ഈ പറയുന്നത് പോലെ തന്നെ 5 വർഷങ്ങൾക്ക് മുമ്പുള്ള പിന്നെ റോഡുകളാണ് നമ്മുടെ നാട്ടിനകത്ത് ഇന്നത്തെ റോഡെന്ന് പറയുന്നത്. എത്ര നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ചെന്ന് ഞാനൊരു ഓട്ടറെ സമീപിച്ചപ്പോൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ ട്രിവാൻഡ്രം എന്ന് പറയുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ സിറ്റി എന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. നെഞ്ചി ചേർത്തിട്ടാണ് അവർ പറയുന്നത്, ഉള്ളിൽ തട്ടുന്നതാണത്. അതല്ലാതെ ഈ പറയുന്നത് പോലെ അതിനെയൊക്കെ ഈ രാജേഷ് പറയുന്നതെന്ന് പറഞ്ഞാൽ മുഖ്യ പ്രതിപക്ഷമായിട്ട് അവർ പ്രവർത്തിച്ചൊന്നത്. എന്ത് മുഖ്യ പ്രതിപക്ഷം? ഈ വികസന പ്രവർത്തനങ്ങൾ മുഴുവൻ ഞങ്ങൾ ഈ നാട്ടിൽ നടത്തുമ്പോഴത്തേക്ക് അതിനെ പൊളിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം നടത്തിയിട്ടുള്ള ഏക സംഘടന എന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന സംഘടന. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ മാനവീയം വീതിക്കകത്ത് നമ്മൾ തൊട്ടടുത്ത ടാഗോർ തിയേറ്ററിനകത്ത് റോഡ് ചെയ്തപ്പോഴത്തേക്ക് സമരം ചെയ്ത് ആ റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നിർത്തിവെച്ച സംഘടനയാണ് ഈ സംഘടന BJP എന്ന് പറയുന്ന. കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മൾ ഒരു കാര്യം പറയുമ്പോൾ വസ്തുപരമായി പറയണം. 8 പേരുള്ള ഒരു കൗൺസിലിനകത്ത് എന്ത് പ്രവർത്തനമാണ് ഈ പറയുന്ന കോൺഗ്രസിന്? ഇപ്പോൾ ഈ ശബരിനാഥിനെ പോലുള്ള ആളുകളെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച എന്തിനാണ്? ഈ 8-ൽ നിന്ന് താഴോട്ട് പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശബരിനാഥിനെ പോലുള്ള ആളുകളെ പിടിച്ചു നിർത്തി മത്സരിപ്പിക്കുന്നതും ഈ പറയുന്നത് ഇന്ന് വരെ നടത്താത്ത ഒരു ജാഥ നമ്മുടെ 101 വാർഡുകളിൽ നടന്നത്. നിങ്ങൾ ഈ ജാഥ കണ്ടിട്ടുണ്ടോ? എവിടെ ആൾ കൂടിയത്? ഇവർ പറയുന്ന ആരെങ്കിലും കേൾക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ചുമ്മാ ആക്ഷേപങ്ങൾ പറഞ്ഞാലും ഈ പറയുന്നത് പോലെ തന്നെ വസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാത്തവരാണ് നമ്മുടെ ഈ തലസ്ഥാനത്തെ ആളുകളെന്ന് പറയുന്നത്. അദ്ദേഹം പറഞ്ഞ ഇപ്പോൾ കോൺഗ്രസിന്റെ ജാഥയ്ക്ക് ആളില്ല എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ആ മറുപടിക്ക് അത്രത്തോളം വെയിറ്റ് ദീപകിനെ പോലൊരു SFI DYFI കഴിഞ്ഞ ഒരാൾ അങ്ങനെ പറയുന്നത് ശരിയൊന്നുമല്ല. അത് കോൺഗ്രസിന്റെ വരെ എല്ലാവർക്കും അറിയാം. എത്ര ആളുണ്ടെന്നുള്ള പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യം എനിക്കില്ല. അത് ജനങ്ങൾ കണ്ടിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം പറഞ്ഞ എല്ലാം ഭയങ്കര മനോഹരമാണ്. കുടിവെള്ളം, ശ്രീ ദീപക്, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്ത് ഈ മാനവീയത്തിൽ നേരെ നടന്ന CSM നഗർ, വഴുതക്കാട് വാർഡ് CSM നഗറിൽ നിങ്ങൾ പറഞ്ഞ ഈ റോഡ് ചെയ്തതിൻ്റെ ഭാഗമായി 4-5 മാസം കുടിവെള്ളമില്ലായിരുന്നു, സമരമിരുന്നു. അവിടുത്തെ കൗൺസിലർക്ക് പോകാൻ കഴിയില്ല. ഇപ്പോഴും CSM നഗറിൽ പ്രശ്നമുണ്ട്. നമുക്ക് ഒരുമിച്ച് പോവാം. 2 മിനിറ്റ് അങ്ങേറെ വണ്ടി ഞാൻ കയറി വരാം. രണ്ടാമത്തേത്, ഇത്രയും മനോഹരമായ റോഡുകൾ, ഡക്റ്റില്ല, കേബിളില്ല എന്ന് പറഞ്ഞ് അമൃത് പദ്ധതിയുടെ ഭാഗത്ത് 350 കോടിയുടെ വർക്ക് നടത്തി. ലോക്സഭാ ഇലക്ഷന് മുമ്പ് മന്ത്രിയൊന്നുമില്ല, അന്ന് ശ്രീ ദീപക് വന്ന് ചുമ്മാ ഒരു നാടൻ കുറിച്ചോളം എനിക്ക് ഓർമ്മയുണ്ട്. നിങ്ങൾ ഇനി റോഡ് കുത്തിപ്പൊളിക്കേണ്ട എന്ന് ശ്രീ മുഹമ്മദ് റിയാസും ശ്രീമതി ആര്യ രാജേന്ദ്രനും SP ദീപക്കും ഇവിടെ നിന്ന് 100 മീറ്റർ അപ്പുറം ഉദ്ഘാടനം ചെയ്ത റോഡ്, ആ റോഡ് തീരുന്ന നോർക്കയുടെ അവിടെ 2 മാസത്തിനുള്ളിൽ കുഴിച്ചു വെച്ചിരിക്കുകയാണ്. ഇനി കുഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞതാണ്. ഞാൻ വെല്ലുവിളിക്കുകയാണ്. അവിടെ റോഡ് കുഴിഞ്ഞിട്ടില്ല. നോർക്കയിലെ നിങ്ങളുടെ സാക്കറോട് ചോദിച്ചു നോക്കൂ. പിന്നെ നിങ്ങൾ പിൻവാതിൽ നിയമനം നടത്തുന്നില്ല. അത് എനിക്ക് രാജേഷേട്ടൻ അറിയായിരിക്കും. ഏതോ ഒരു കൗൺസിലർ, ഇപ്പം കവിത എന്ന് പറഞ്ഞൊരു കൗൺസിലർ അതേ സമയത്ത് തന്നെ ഈ കവിത അവിടുത്തെ വർക്കറാണ്, ജോലിക്കാരിയാണ്. ഒരു കൗൺസിലറുമാണ്, അതേ കുമ്പിടിയാണ്, കൗൺസിലറുമാണ്, അതേ സമയത്ത് കോർപ്പറേഷനിലെ ജീവനക്കാരിയുമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്ന് പുതിയ കാര്യങ്ങൾ ഈ മാനവീയം വീതിയിൽ ഉദാഹരണം മാത്രം പറയുകയാണ്. ഇവിടെ ഈ പറഞ്ഞ റോഡുകൾ. ശബരി, എൻ്റെ ഒരു സംശയം, നമ്മുടെ ഈ ന്യൂയോർക്ക് മേയർ ആയിട്ടുള്ള സൊഹ്റാൻ മംദാനി വരെ പ്രശംസിച്ചിട്ടുള്ള ഒരു മേയർ നമുക്കില്ലേ? ഇല്ലേ? ഞാനൊന്നും പറയുന്നില്ല.
അത് നിങ്ങൾ LDF സുഹൃത്തുക്കളോട് ചോദിച്ചു. അതൊന്നും കാണൂല. അതാണ് ഇല്ലല്ല, ഞാനത് കാര്യത്തിലേക്ക് കിടക്കാം. അതിനോടെല്ലാം ഞാൻ വ്യക്തിപരമായി കുറ്റം പറയുന്നത് വ്യക്തിപരമായിട്ടല്ല, ലോക ശ്രദ്ധയിൽ വന്നൊരു കാണിക്കുന്നില്ല. നിങ്ങൾ എന്തുകൊണ്ട് ഇവിടെ, ഞാൻ പറയട്ടെ, ഇവിടെ ഒന്ന് സംസാരിക്കേണ്ടത്, ഞാൻ ആരെയെ കുറിച്ച് പേഴ്സണലായിട്ട് പറയാൻ എനിക്ക് ഇഷ്ടമല്ല. ആര്യ രാജേന്ദ്രൻ മേയറായിരുന്നു. പക്ഷേ ആര്യ രാജേന്ദ്രൻ്റെ പെർഫോമൻസ് എന്താണെന്നുള്ളത് ഇവിടുത്തെ LDFൻ്റെ ആളുകൾ തന്നെ പറയാം. കണക്കുകൾ പറയുന്നത്, നേരത്തെ കണക്കില്ല, വെറുതെ ഞാൻ പറയുന്നത് ശ്രീ ദീപക് പറയുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ വെറുതെ പറയുന്ന ഒരാളല്ല. സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ 2023-24 സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ടിൽ പരാമർശിച്ചതിൽ ജനറൽ വികസന പദ്ധതി വെറും 54% ആണ് യൂട്ടിലൈസേഷൻ. SCP 57%, STP 1.45%, മെയിൻ്റനൻസ് ഫണ്ട് റോഡ് 24%, റോഡ് ഇതരം 41%, കേന്ദ്രാവിഷ്കൃത ഫണ്ട് 36%, സംസ്ഥാനാവിഷ്കൃത ഫണ്ട് 31%, തനത് ഫണ്ട് 15%, മറ്റുള്ളവ 17%. 50%, 43% പെർഫോമൻസ് നടത്തി ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ സാധാരണ തിരികെ കയറ്റി ജയിപ്പിക്കും പല ആളുകളെ ഇവിടെയൊക്കെ. പാസ്സായിട്ട് 50% മാർക്കില്ലാതെ ഫണ്ടില്ലാത്തൊരു കോർപ്പറേഷനാണ് മെച്ചപ്പെട്ടത്. ഞാൻ കണക്കാണ് പറയുന്നത്, കണക്ക് വെച്ച് തന്നെ കണക്ക് പറയണം. ഞാൻ ഒരു കാര്യം പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ട് ഈ CSM നഗർ ഞാൻ ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുക്കുകയാണ്. നമുക്ക് ഇത് കഴിഞ്ഞ് ഇന്നത്തെ ഈ ലൈവ് ഷോ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ പറയുന്ന നിങ്ങളുടെ ന്യൂസ് മലയാളമായിട്ട് നമുക്ക് അവിടെ പോയി എവിടെയാണ് വെള്ളം കിട്ടാത്തതിനെ സംബന്ധിച്ച് കേൾക്കാം, പറയാൻ വേണ്ടി ഇപ്പൊ തന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം കേട്ടില്ല. ചെയ്ത റോഡിൽ ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു. പണിയിട്ടു. ഞാൻ ഇപ്പോഴേ പറയാണ്, ആൾക്കാർ ഓടിക്കും. അവിടെ വെള്ളത്തിന്റെ പ്രശ്നമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടോ? ഞാൻ റെഡി, നിങ്ങൾ റെഡിയോ? ഞാൻ റെഡി. ഞാൻ കൈയടിക്കാൻ ആളെ കൊണ്ടുവന്നില്ല, ഞാൻ റെഡിയാണ്. CS എന്നവരുടെ വെള്ളത്തിന്റെ പ്രശ്നം സുന്ദരമായിട്ടുള്ള കിനാശിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ സമ്മതിച്ചു. ശബരി പറഞ്ഞ എല്ലാം ശരിയാണ്. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കട്ടെ. രണ്ടുപേരും പറഞ്ഞതിന് COVID-19 കാര്യങ്ങൾ പറയണം. അതായത് ഇപ്പൊ കോൺഗ്രസ് പറയുന്നു ഭരണം മാറണം, തിരുവനന്തപുരത്തെ ജനങ്ങൾ പറയുന്നു ഈ ഭരണം മാറണം, 45 വർഷമായല്ലോ ഇവരൊന്ന് മാറണമെന്ന് പറയുന്നു. അപ്പോൾ എന്താണ് മാർഗം? ഞങ്ങളും പറയുന്നു ഭരണം മാറണം. അപ്പോൾ ഭരണം മാറണമെങ്കിൽ 8 സീറ്റ് നിൽക്കുന്നവരെ ഇനി ക്രെയിൻ വെച്ച് പൊക്കിയാൽ 52 സീറ്റാക്കാൻ പറ്റില്ല. അപ്പോൾ സാധിക്കുമോ? അവർക്ക് പോലും ആത്മവിശ്വാസമില്ല. അപ്പോൾ 35 സീറ്റിൽ നിൽക്കുന്ന ഞങ്ങൾ BJP 20ഓളം സീറ്റുകളിൽ രണ്ടാമത് ചെറിയ വോട്ടിന്, ശബരിമല വാർഡിലൊക്കെ ഒറ്റ വോട്ടിനാണ് ഞങ്ങൾ കഴിഞ്ഞതിന് തോറ്റുപോയത്. അപ്പോൾ നിൽക്കുന്ന BJP ഞങ്ങളെയാണ് റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഘടകമായിട്ട് കാണുന്നത്. എന്തുകൊണ്ടാണ്? ഞാൻ 1-2 പോയിന്റ് പറയാം. ഇപ്പോൾ കോർപ്പറേഷനിൽ ഞാനൊരു ദിവസം പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞതാണ്, ഏറ്റവും ചെറുപ്പക്കാരിയായ മേയറും ചെറുപ്പക്കാരിയായിട്ടുള്ള ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണൊക്കെ വന്നപ്പോഴേക്കും എല്ലാവരും വിചാരിക്കുന്നത് ചെറുപ്പക്കാർ വരുമ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ നാടിൻ്റെ ഭരണം മെച്ചപ്പെടുത്തും എന്ന് പറയുന്നു. അപ്പോൾ ഈ മേയറും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും ഒക്കെ ചെറുപ്പക്കാരാണ്, വിദ്യാസമ്പന്നരാണ്. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ മാലിന്യ പ്രശ്നം, തെരുവുനായ പ്രശ്നമൊക്കെ ശാസ്ത്രീയമായിട്ട് അവർ പരിഹരിക്കും. അപ്പോഴും LDF 45 വർഷമായി ഭരിക്കുന്ന കോർപ്പറേഷനിലെ മേയർ പറയുന്നത് മാലിന്യം ഞങ്ങൾ സംസ്കരിക്കുന്നത് പന്നിക്ക് കൊടുത്തിട്ടാണെന്നാണ്. തിരുവനന്തപുരത്തെ മാലിന്യം ചാക്ക് കെട്ടുകളിലാക്കി തമിഴ്നാട്ടിൽ കൊണ്ട് അവിടുത്തെ പന്നി ഫാമുകളിൽ കൊടുക്കുമെന്നാണ് ഇപ്പോഴും പറയുന്നത്. ഇത് പ്രാകൃത കാലഘട്ടത്തിൽ പോലും ഇങ്ങനെ ചെയ്തിരുന്നില്ല. അപ്പോൾ ഏറ്റവും മോസ്റ്റ് മോഡേൺ ടെക്നോളജി രൂപം കൊണ്ടിട്ട് പോലും മാലിന്യ പ്രശ്നം പോലും പരിഹരിക്കാനും സാധിച്ചിട്ടില്ല. വന്ധ്യംകരണം നടത്തിയ തെരുവുനായി, ഇപ്പോൾ എൻ്റെ വാർഡിൽ, പൂജപ്പുര വാർഡിൽ തെരുവുനായ്ക്കളെ വന്ധ്യംകരിച്ചിട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോഴേക്കും ഈ വന്ധ്യംകരിക്കുന്നതിൻ്റെ അടയാളം എന്താണെന്ന് അറിയാമോ? കാതിലൊരു മാർക്ക് ചെയ്യും. കാതിൽ മാർക്ക് ചെയ്തിരിക്കുന്ന പട്ടിയുടെ പുറകെ 4 കുട്ടികൾ നടന്ന് പാല് കുടിക്കുകയാണ്. ഞാൻ ചോദിച്ചപ്പോഴാണ് പറയുന്നത്, ഈ പട്ടി വന്ധ്യംകരിക്കുന്നതിന് മുമ്പ് 4 പ്രസവിച്ചെങ്കിൽ വന്ധ്യംകരിച്ചതിന് ശേഷം 8 പ്രസവിക്കുന്ന ഒരു അവസ്ഥയിലാക്കിയാണെന്ന്. ശിവൻകുട്ടി, ഇപ്പോഴത്തെ മന്ത്രി ശിവൻകുട്ടി, അദ്ദേഹം മേയറായിരുന്ന സമയത്ത് തുടങ്ങിയാണ് ഈ വന്ധ്യംകരണം. ഇത് പ്രോപ്പറായിട്ട് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് തെരുവുനാശല്യം ഉണ്ടാകുമായിരുന്നില്ല. വന്ധ്യംകരണം നടത്തുന്നതിൽ പോലും അഴിമതി കാണിക്കുന്നവർ. ഒറ്റ കാര്യം കൂടി, ദീപക് പറഞ്ഞല്ലോ, ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഴിമതി FIR എൻ്റെ ദീപകെ
ഞാൻ പൂജപ്പുരയായിരുന്നപ്പോൾ ഒരു VSSCയിലെ റിട്ടയർ എഞ്ചിനീയർ പറഞ്ഞു, രാജേഷേ ഞാൻ കഴിഞ്ഞ കൊല്ലം കരവട ഇപ്രാവശ്യം ചെന്ന് ഇപ്പോൾ അവന്മാർ പറയാണ് കഴിഞ്ഞ വർഷത്തെ കരവട കാണാനില്ലെന്ന്. ഞാൻ ചോദിച്ചു സാറേ റെസിപ്റ്റാ? ആ റെസിപ്റ്റ് കൊണ്ട് ഞാൻ സെക്ഷനിൽ പോയി അന്വേഷിച്ച് സിസ്റ്റത്തിൽ അടിച്ചിട്ട് അവരോട് സാറേ സിസ്റ്റത്തിൽ വന്നിട്ടില്ല. ഞാൻ എന്ത് പറ്റി അന്വേഷിച്ചപ്പോഴാണ് അറിഞ്ഞത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ പതിറ്റാണ്ടുകളായി നാട്ടുകാരടയ്ക്കുന്ന കരമുണ്ടല്ലോ, ഈ പാവപ്പെട്ട ആൾക്കാർ കൊണ്ടുവരുന്ന പൈസ, അതിനെ പല ഉദ്യോഗസ്ഥന്മാരും CPM നേതാക്കന്മാരും കയറി പോക്കറ്റ് ഇട്ടിട്ട് വ്യാജ റെസിപ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. സുഹൃത്തെ, ഞങ്ങൾ 20 സ്ത്രീകളും 15 BJPയുടെ കൗൺസിലർമാർ പുരുഷന്മാരും അടങ്ങുന്ന ഞങ്ങൾ 35 പേര് 30 ദിവസം ആ കൗൺസിൽ ലോഞ്ചിൻ്റെ ഉള്ളിൽ സത്യാഗ്രഹം നടത്തി. 9 ദിവസം ഞങ്ങൾ ഉപവാസം നടത്തി. അതിനുശേഷമാണ് ദീപക്കെ നിങ്ങൾ FIR രജിസ്റ്റർ ചെയ്ത് നിയമം സോണൽ ഓഫീസ് സൂപ്രണ്ട് പറയട്ടെ, സോണൽ ഓഫീസ് സൂപ്രണ്ട് പറയണമല്ലോ, ഇടതുപക്ഷ നേതാവ് ശാന്തിയെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത് സാധാരണക്കാരൻ്റെ വീട്ടുകാരൻ പോലും തട്ടിക്കുന്ന ഒരു പാർട്ടിയായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ മാർക്സിസ്റ്റ് പാർട്ടി മാറി. അവരെയാണ് ചവിട്ടി പുറത്താക്കണമെന്ന് പറയുന്നത്. പട്ടികജാതി ജനങ്ങളുടെ ഫണ്ട് തട്ടിച്ചെടുക്കുന്ന ജനറൽ കാറ്റഗറികൾ തട്ടിച്ചെടുക്കുന്ന 3 FIR 2021-22 മ്യൂസിയം പോലീസ് 3 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മ്യൂസിയം പോലീസ് ആ കേസിനെ അട്ടിമറിക്കുകയായിരുന്നു. എവിടെ പോയി ദീപക് അന്വേഷണം? അങ്ങനെ 45 വർഷമായിട്ട് അഴിമതി മാത്രം നടത്തി മുന്നേറുന്നു. ഒറ്റ പോയിന്റ് പറഞ്ഞ ചുരുക്കിയാണ് പറയുന്നത്. സഖാവേ, ഇവിടെ കുറെ ജോലിയുടെ വേക്കൻസി ഉണ്ട്, സഖാക്കന്മാരുടെ ലിസ്റ്റ് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ DRL കത്തെഴുതിയല്ലോ. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അങ്ങ് DRL അഡ്മിറ്റ് ചെയ്തല്ലോ. ഞാനാണ് ആ കത്തെഴുതിയത്. അങ്ങനെയല്ലേ ഞങ്ങൾ 56 ദിവസം സമരം ചെയ്ത് മന്ത്രി V ശിവൻകുട്ടി MP രാജേഷ് കൂടെ ഞങ്ങളോടൊപ്പം ഇരുന്ന് ചർച്ച ചെയ്തുകൊണ്ട് DRL രാജിവെച്ചുകൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചത്. ഇപ്പോൾ എന്താണ്? 1300 താൽക്കാലിക ജീവനക്കാർ CPM പ്രവർത്തകർ തിരുവനന്തപുരം കോർപ്പറേഷൻ ജോലി നിങ്ങളൊക്കെ കേൾക്കണം. ഇവരെന്ത് ചെയ്യുമെന്ന് അറിയാമോ? ഇവരാണ് റോഡിലെ പുല്ല് വെട്ടേണ്ടത്, നായ പിടിക്കേണ്ടത്, നഗരം വൃത്തിയാക്കേണ്ടത്. ഈ സഖാക്കന്മാർ രാവിലെ വന്നിട്ട് ഒപ്പിട്ട് ഒരു പാർട്ടി പ്രവർത്തനത്തിന് പോകും. ഒരു ഒറ്റ ഉദ്യോഗസ്ഥന്മാരില്ല. അതുകൊണ്ടാണ് നഗരം വൃത്തിയാക്കാത്തത്. നിങ്ങൾ ഒരു നിമിഷം മുമ്പ് പുറത്തു പോകണം. നമ്മളിവിടെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് പറഞ്ഞത് ഈ നിയമനത്തിനെ സംബന്ധിച്ചാണ്. നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടത്, നമ്മുടെ കോർപ്പറേഷനകത്ത് ഏകദേശം 2500ഓളം സ്റ്റാഫ് ഹരിത കർമ്മസേന ഉൾപ്പെടെയുള്ളവരുണ്ട്. അവർ യഥാർത്ഥത്തിൽ എന്താണ് രാവിലെ തൊട്ട് ഈ പറയുന്ന കണക്ക് നമ്മുടെ നഗരസഭ പ്രദേശത്ത് ഒരു വാർഡ് ഇത്ര ആളെന്നുള്ള രൂപത്തിൽ ഈ നമ്മുടെ കോർപ്പറേഷൻ എന്താണ് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഈ പറയുന്ന കണക്ക് ഇവിടെ വേസ്റ്റ് കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ജംഗ്ഷനിലായിരുന്നു കൊണ്ടുവന്ന് ഡംപ് ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം നമ്മുടെ ഈ കോർപ്പറേഷൻ ലിമിറ്റിനകത്തുണ്ടോ? എത്ര ക്ലീനായിട്ടാണ് രാവിലെ ഈ പറയുന്ന 2500 പേര് ജോലിയെടുക്കുന്ന ആളുകൾ ഈ പറയുന്ന കണക്ക് രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് നമ്മുടെ ഈ പറയുന്ന പ്രദേശങ്ങൾ മുഴുവൻ വൃത്തിയാക്കുന്നത്. ഇതെല്ലാം നിങ്ങൾ യഥാർത്ഥത്തിൽ കാണുന്നില്ലേ? ഈ പറയുന്ന നമ്മുടെ നഗരസഭാ പ്രദേശം എത്ര വൃത്തിയായിട്ടാണ് നമുക്കൊരു ക്ലീൻ സിറ്റിയായി പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അത് നമ്മൾ മാത്രം പറയുന്നതല്ല, ഈ സെൻട്രൽ ഏജൻസി ഉൾപ്പെടെയുള്ള സെൻട്രൽ ഏജൻസി ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പറയുന്നത് പോലെ തന്നെ അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. ഇവിടുത്തെ വേസ്റ്റ് മാനേജ്മെൻറ്റിനെ സംബന്ധിച്ചുള്ളത് അക്സെപ്റ്റ് ചെയ്ത കാര്യമാണ്. ഇതിനെ സംബന്ധിച്ച് നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിൽ തട്ടിയിട്ട് നെഞ്ചിൽ കൈവച്ചിട്ട് പറയണം, ഈ പറയുന്ന കോർപ്പറേഷൻ ലിമിറ്റ് വൃത്തിയായിട്ടുള്ളൊരു കോർപ്പറേഷൻ അല്ല എന്ന് പറയണം. രാജേഷിൻ്റെ പാർട്ടി ഭരിക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം നിങ്ങളൊന്ന് നടന്ന് കയറി നോക്കണം, എത്ര വൃത്തികേടായിട്ടാണ് ഓരോ സംസ്ഥാനത്തെയും അതിൻ്റെ തലസ്ഥാനത്തും കാണുന്നതെന്നുള്ളത് നമ്മൾ കാണണം. എന്തുമാത്രം വൃത്തിയായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ ഞാൻ ആദ്യമേ പറഞ്ഞു, ആക്ഷേപങ്ങൾ വയ്ക്കാനായിട്ട് എളുപ്പമാണ്. അവിടെ കോർപ്പറേഷനകത്ത് ജീവനക്കാരായിട്ടുള്ളത് ചില സ്ഥലത്ത് ചില ഉദ്യോഗസ്ഥരായിട്ടുള്ള ആളുകൾ, അത് കോർപ്പറേഷനകത്ത് മാത്രമല്ല പലയിടത്തും ഈ പറയുന്നത് പോലെ തന്നെ ചില ജീവനക്കാർ ഇങ്ങനെ ഈ പറയുന്ന കണക്ക് അവിടെ നിന്ന് തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ എന്താ സ്ഥിതി എന്ന് പറയുന്നത്, അത് രാജേഷ് തന്നെ കംപ്ലീറ്റ് ചെയ്ത് പോലീസ് അറസ്റ്റ് ചെയ്ത് കേസെടുത്ത് ആ കേസിൻ്റെ ചാർജ് കോടതി കൊടുത്തിട്ടുണ്ട്. അവിടെ കോടതി തീരുമാനിക്കും എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് കോടതി തീരുമാനിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ആർജവം കാണിച്ചിട്ടുള്ള ഒരു കോർപ്പറേഷനാണ് ആര്യയുടെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഇത്രയേ പറയാനായിട്ടുള്ളൂ. നിങ്ങളെല്ലാം രണ്ടുപേരുടെ മറുപടി ഉണ്ട്. അതിനു മുമ്പ് എനിക്ക് അടിയന്തരമായ ഒരു ഇടവേളയിലേക്ക് ഞാൻ വരും. അടിയന്തരമായ ഇടവേള വേണം. മടങ്ങി വരാം. ബ്രേക്ക്.
വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ. പൊളിറ്റിക്കൽ മാസ് അനന്ത പത്മനാഭന്റെ മണ്ണിൽ നിന്ന്, രാജവീതിയിൽ നിന്ന് ഇതാ വീണ്ടും പുനരാരംഭിക്കുകയാണ്. എനിക്കൊപ്പം ഒരിക്കൽ കൂടി അതിഥികളെ പരിചയപ്പെടുത്തുന്നു. കെ എസ് ശബരിനാഥൻ, വി രാജേഷ്, SP ദീപക് എന്നിവരാണ്. പ്രേക്ഷകരും പ്രിയപ്പെട്ട തിരുവനന്തപുരത്തെ വോട്ടർമാരും നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടൻ്റെ പേര് പറയും, എന്നിട്ട് ആരോടാണ് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞു. എൻ്റെ പേര് സുരേന്ദ്രൻ. എനിക്ക് വി രാജേഷിനോടാണ് ചോദ്യമുള്ളത്. വി രാജേഷ് ഇത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് പൂജപ്പുരയെന്ന് ഇപ്പം മാറി സംസാരിക്കുന്നു? ഓക്കെ, അത് മറുപടി പറയാം. ഒറ്റ വാക്കേ ഉള്ളൂ. പറഞ്ഞോളൂ. ചേട്ടാ, ഞാൻ പുരുഷനാണ്, അവിടെ സ്ത്രീകൾക്ക് മത്സരിക്കാൻ പറ്റുള്ളൂ. ചേട്ടാ ഇത്രത്തോളം പഠിക്കാതെ ചർച്ചയ്ക്ക് വരുന്നത്. ചേട്ടാ, അവിടെ വനിതയൊക്കെ മത്സരിക്കാം. അതല്ലേ, ഞാൻ പുരുഷനാണ്, അവിടെ സ്ത്രീകൾക്ക് മത്സരിക്കാം. ചേട്ടാ, ഇതുപോലെ നോക്കാതെയാണ്. പേര് പറയാം, ആരോടാണ് ചോദിക്കാനുള്ളത്? എൻ്റെ പേര് ഭാവന എന്നാണ്. എനിക്ക് LDF സ്ഥാനാർത്ഥിയോടാണ് ചോദിക്കാനുള്ളത്. എനിക്ക് ഓഡിറ്റ്, നിങ്ങൾ ഈ പറഞ്ഞ ഓഡിറ്റോ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. കഴിഞ്ഞ 4 വർഷമായിട്ട് തിരുവനന്തപുരം ജില്ലയിൽ താമസിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യമാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തെ റോഡ് കഴിഞ്ഞ 4 വർഷമായിട്ടും പൊളിഞ്ഞാണ് കിടന്നുകൊണ്ടിരുന്നത്. ആ റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരൂർക്കട SAP ഒക്കെ പോകുന്ന റോഡാണ്. വളരെ അത്യാവശ്യം നല്ല റോഡാണ്, ഒരുപാട് വണ്ടികൾ കടന്നു പോകുന്ന റോഡാണ്. ആ റോഡ് തകർന്ന് തരിപ്പണമായിട്ടാണ് കൊണ്ടിരുന്നത്. ഒരു മഴ പെയ്തു കഴിഞ്ഞാൽ ആ വഴി പോകാൻ ബുദ്ധിമുട്ടായിരുന്നു. ഇടയ്ക്ക് അതൊന്ന് നന്നാക്കി പേരിന് ടാർ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് കുഴി മാത്രം നികത്തി അടുത്ത മഴ വന്നപ്പോൾ അത് വീണ്ടും ഇതായി. ഇപ്പോൾ ഒരു 2 മാസം 3 മാസം മുൻപോട്ടെയാണെന്ന് തോന്നുന്നു അത് നേരാവണ്ണം ടാർ ചെയ്തത്. പിന്നെ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരുവനന്തപുരം ജില്ലയിൽ എത്ര സ്ഥലത്തൂടെ നമുക്ക് സമാധാനമായിട്ട് നടന്നു പോകാനോ വണ്ടിയിലോ പോകാൻ സാധിക്കും? ഡ്രെയിനേജ് കയറി വെള്ളം ഫുള്ള് കയറും. ആണ് അതങ്ങനെയാണ്. ഇത് ഒരേ ഒരു ചോദ്യം, ഇലക്ഷന്റെ സമയത്ത് മാത്രം നിങ്ങൾ ഈ കാണിക്കുന്ന പ്രഹസനം എന്തിനാണ്? ഈ പേരൂർക്കടയെ സംബന്ധിച്ച് അങ്ങ് അറിഞ്ഞിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പേരൂർക്കടയിൽ ഏറ്റവും വലിയ വികസനം വരാൻ പോകുന്ന ഒരു പദ്ധതിയുമായിട്ട് നമ്മുടെ നഗരസഭ മുന്നോട്ട് പോവുകയാണ്. മേൽപ്പാലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ പേരൂർക്കടയിൽ വരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നെക്സ്റ്റ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത് പേരൂർക്കടയിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിനകത്ത് ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പേട്ട വെൺപാലവട്ടം റോഡ് 280 കോടി രൂപയാണ് അതിനു വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അങ്ങനെ എത്ര റോഡുകളുടെ പണിയാണ് നമ്മൾ ധൃതി വെച്ച് നമ്മൾ നടത്തിക്കൊണ്ട് ഇരിക്കുന്നത്. അത് നമ്മൾ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കാണുന്നില്ലേ? ഈ റോഡുകൾ വെള്ളം കെട്ടുന്നതെല്ലാം എത്ര ഒരു കാലഘട്ടത്തിൽ നമ്മുടെ തലസ്ഥാനത്ത് കൂടി നടക്കാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നോ? വണ്ടി പോകാൻ വേണ്ടിയിട്ട് പറ്റുമായിരുന്നോ? ശബരിനാഥൊക്കെ മന്ത്രിസഭയൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ബോട്ടിറക്കായിരുന്നു ഈ സ്പോട്ടിനകത്തൊക്കെ അല്ലേ? അവിടെ നിന്നാണ് നമ്മൾ ഈ പറയുന്നത് പോലെ ഇങ്ങനെ ഏറ്റവും നല്ല നമുക്ക് ഈ ഇത്രയും എന്താണ് ചില റോഡുകളിലൊക്കെ നമ്മൾ നോക്കിയാൽ ഒന്ന് നടന്നു പോകാൻ കൊതിയാവും. ആ രൂപത്തിലാണ് ആ റോഡുകളുടെ വികസനം എന്നൊക്കെ പറയുന്നത്. ശബരിയുടെ മൈക്കോണല്ലേ, പറഞ്ഞോളൂ. എൻ്റെ മൈക്കോണാണ്, ഞാൻ പറയാം. അത്ര സ്മൂത്ത് റോഡാണല്ലോ ഇപ്പം. നല്ല റഫേൽ വിമാനം ഉപയോഗിക്കൊണ്ടിരിക്കുന്നത്. അല്ല, ആ കുട്ടി ചോദിച്ചൊരു ക്വസ്റ്റ്യനിലൊരു പോസിറ്റീവ് സാധനം. ദീപക്, ഒരു അപ്ഡേറ്റ് ഉണ്ട്. നമ്മുടെ നാട്ടില് വിമാനമൊന്നുമല്ല ഓടുന്നത്. ആളുകൾക്ക് മര്യാദയ്ക്ക് കാറിലും ഓട്ടോറിക്ഷയിലും സൈക്കിളിലും സ്കൂളിലും അത്രേ നമ്മൾ കോർപ്പറേഷനോട് പറയുന്നുള്ളൂ. അതെന്തായാലും UDF ചെയ്തോളൂ. ശബരിനാഥൊക്കെ ഇരുന്നപ്പോ നമ്മള് ഒരുപാട് കണ്ണൂരൊക്കെ കണ്ടിട്ടില്ലേ? ഒരു ബോർഡ് കൊണ്ടുവന്ന് വെച്ചിട്ട് ഒരു വിമാനത്താവളം ഉദ്ഘാടനം ചെയ്ത ആളുകളാണ്. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഇവിടെ UDF സർക്കാരിൻ്റെ സമയത്താണ് ഓപ്പറേഷൻ അനന്തയുടെ 1ാം ഘട്ടം നടന്നത്. അതിൻ്റെ ഭാഗമായി ഒരു പരിമിതി വരെ നമുക്ക് കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. പക്ഷേ അതിനുശേഷം 10 വർഷമായിട്ട് ഇവിടെ വെള്ളക്കെട്ട് മാറാനുള്ള പദ്ധതികൾ ചെയ്തിടണം. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവിടെ അദ്ദേഹം ഓപ്പൺ ചലഞ്ച് വെച്ചിട്ട് ഈ പരിപാടി കഴിഞ്ഞ് നമ്മൾ പോകണമെന്ന് പറയുന്ന CSM നഗറിൽ ഞാൻ അന്വേഷിച്ചു. CSM നഗർ പാലോട്ട് പോകണ ഏരിയ അടക്കമുള്ളിടത്ത് നിങ്ങൾ ഈ സ്മാർട്ട് റോഡ് ആക്കിയതിന് ശേഷം വെള്ളം തീരെ വരുന്നില്ല, ടാങ്കർ ലോറി കയറുന്നില്ല. ശ്രീ ദീപകിനെ കാത്തവിടെ ആൾക്കാർ നിപ്പുണ്ട്, നമുക്കാണെങ്കിൽ ഒരുമിച്ചത് പോവാം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ ദീപക് പറഞ്ഞല്ലോ, നമ്മളിപ്പോൾ പണ്ട് ചവർ ഇവിടെ കൂട്ടിയിടുമായിരുന്നു, ഇപ്പം സിറ്റിയിലൊന്നും കാണാനില്ല എന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത്, പണ്ട് ചവറ് കൂട്ടിയിട്ടിരുന്നത് നിങ്ങൾ 45 വർഷം കൊണ്ട് നിങ്ങളാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴും ശിവൻകുട്ടിയായിരുന്നു മേയർ, ചന്ദ്രയായിരുന്നു ജയൻ ബാബു ആയിരുന്നു. ഇപ്പൊ ചവറ് കാണാനില്ല, ഇവിടുത്തെ വേസ്റ്റ് കാണാനില്ല. അവിടെയാണ് എന്റെ ക്വസ്റ്റ്യൻ. അല്ല ദീപക്, പഴയ കഥകൾ പറയാതിരിക്കുക. പണ്ട് ഭരിച്ചത് നിങ്ങൾ. ദീപക് ഞാൻ പറയട്ടെ, ഞാൻ ദീപക് ഞാൻ പറയട്ടെ, അതിലേക്ക് പോകുന്നത് അവിടെ അപകടം. ട്രംപ് വരുമ്പോൾ വേസ്റ്റ് മാറ്റിയിടുന്ന പോലെ ഇവിടുത്തെ വേസ്റ്റ് തമിഴ്നാട് ബോർഡറിലും നഗര പ്രാന്തപ്രദേശത്തിലും ദീപക് പറഞ്ഞത് എല്ലാ സ്ഥലങ്ങളിലും പറയുന്നത്
ചവർ ഇപ്പം നഗരത്തിൽ കൂട്ടിയിടുന്ന കാണാനില്ല. എന്ത് ചെയ്യും? ചാക്കിൽ കെട്ടി തിങ്കളാഴ്ച രാത്രി കൊണ്ടുവന്ന് വ്യക്തമാണ്. ചൊവ്വാഴ്ച രാവിലെ കൊണ്ടുവന്ന് പാർവതി പുത്തനാറിലിടും. ബുധനാഴ്ച കരമനയാറ്റിൽ, വ്യാഴാഴ്ച കിള്ളിയാറിൽ, വീണ്ടും കറങ്ങി തിങ്കളാഴ്ച ചെല്ലുമ്പോൾ ആദ്യം ഇട്ടത് ഒഴുകി താഴെ ചെന്ന് കിടക്കും. അതല്ലേ ചാക്ക് കെട്ടുകളിൽ ചവർ. ഞാൻ ചോദിക്കട്ടെ ദീപകെ, നമുക്കൊരു കാര്യം ചെയ്യാം. തമിഴ്നാട്ടിൽ എല്ലാം 30 സെക്കൻഡ് ഞാൻ പറയുന്നു. ഈ ചർച്ച കഴിഞ്ഞിട്ട് ദീപക് ഉൾപ്പെടെ നമുക്ക് ഒരുമിച്ച് പോകാം, എൻ്റെ എക്സ്പെൻസിൽ പോകാം. നിങ്ങൾ ഈ മാലിന്യം എവിടെയാണ് സംസ്കരിക്കുന്നത് എന്ന് കാണിച്ചു തരാമെന്നുണ്ടെങ്കിൽ ഞാൻ CPM-ന്റെ കേരള ഘടകത്തെ ചലഞ്ച് ചെയ്യുകയാണ്. അതേപോലെ തന്നെ തമിഴ്നാട്ടിലെ പോലീസുകാർ പിടിച്ചപ്പം 10 ദിവസം നഗരത്തിൽ നടക്കാൻ പറ്റത്തില്ലായിരുന്നു. തമിഴ്നാട്ടിൽ പോകുന്ന വേസ്റ്റ് വണ്ടികളെ തമിഴ്നാട് പോലീസ് പിടിച്ചപ്പം 10 ദിവസം ഈ മാനവീയ നടക്കാൻ പറ്റുന്ന അവസ്ഥ. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ തിരുവനന്തപുരം നഗരത്തിലെ വേസ്റ്റ് നിങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്ലാന്റ് എവിടെയാണ്? ദീപക് പറയൂ. നിങ്ങൾ എവിടെയാ എന്താ ചെയ്യുന്നത്? പറയണം. കണ്ട പന്നി ഫാമിലും കോഴി ഫാമിലും ഇവിടെയുള്ള വെള്ളറടക്കപ്പുറം തമിഴ്നാട്ടിൽ കൊണ്ടുപോയി വെള്ളത്തിൽ മാലിന്യ സംസ്കരണ പന്നിക്ക് 10 ദിവസം വയറിളക്കം പിടിച്ചിട്ട് വേസ്റ്റ് കഴിക്കാൻ ഇവിടെ പന്നി ഫാമിലും കോഴി ഫാമിലും തമിഴ്നാട്ടിൽ പോലീസ് പിടിച്ചപ്പം 10 ദിവസം ഇവിടെ വേസ്റ്റ് കൊണ്ടുപോയില്ല. ഞാൻ അനുഭവസ്ഥനാണ്. തമിഴ്നാട്ടിലെ പോലീസ് പ്ലാന്റ് എവിടെയാണ് ദീപക്? തമിഴ്നാട്ടിലെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോ 10 ദിവസം ഇവിടെ നിൽക്കാൻ പറ്റുന്ന അവസ്ഥയായിരുന്നു. അനുഭവസ്ഥനാണ് ഞാൻ. നമ്മളിപ്പോ കാണുന്നുണ്ടല്ലേ, കോർപ്പറേഷന്റെ ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങൾ കണ്ട് അതുപോലെ ഈ നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് ഒക്കെ വന്നപ്പോഴത്തേക്ക് ഒരു മിനിറ്റ്, ഫണ്ട് പോയത് ഈ പൊങ്കാല പോലെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വന്നപ്പോഴത്തേക്ക് അനിയും ബാവയും ചേട്ടൻ ഇവിടെ പ്ലാന്റ് എന്ന് പറയണ്ട. മാലിന്യ സംസ്കരണ പ്ലാന്റ് എവിടെ പറയണം. തിരുവനന്തപുരം നഗരസഭയുടെ മാലിന്യ സംസ്കരണ പ്ലാന്റ് SP ദീപക് പറയണം. ഞാൻ പറയാനായിട്ട് നിങ്ങൾ ശകലം ക്ഷമ കാണിക്കും. ഒരു സ്ഥലത്തിന്റെ ഒരു ക്ഷമ കാണിക്കൂ. ഒരു സ്ഥലത്തിന്റെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഈ വേസ്റ്റ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ തലസ്ഥാനത്ത്, നമ്മുടെ നഗരസഭയ്ക്കകത്ത് ഇപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ മതി. നിങ്ങളുടെയൊക്കെ വീട്ടിൽ നോക്കിയിട്ടാ പറയുന്നത്. ഇത് 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, ഒറ്റ മാർക്ക് ക്വസ്റ്റ്യൻ. സ്ഥലം എവിടെയാണ്? ദയവായി അല്ല, അദ്ദേഹം പറഞ്ഞോട്ടെ. പറയൂ ശ്രീ വിരാജ്, ദയവായി പറയൂ. നമ്മൾ ഈ പറയുന്ന വേസ്റ്റ് മാനേജ്മെന്റ് നടത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. കൃത്യമായിട്ട് ഹരിത കർമ്മസേനയുടെ ആളുകൾ വന്ന് വേസ്റ്റ് എടുത്തുകൊണ്ട് പോകുന്നതിന് സ്റ്റെപ്പ് 100% ആ ചേച്ചിമാരെ ഞാൻ അഭിനന്ദിക്കുന്നു. അവർ ആ വേസ്റ്റ് വാങ്ങിച്ചു. ഇനി സ്റ്റെപ്പ് 1 കറക്റ്റ് ആണ്. 10 മാർക്ക്. സ്റ്റെപ്പ് 2 അദ്ദേഹം പറഞ്ഞു മുഴുവിപ്പിച്ചോട്ടെ. അങ്ങ് പറയൂ. ആ വേസ്റ്റ് എങ്ങോട്ട് പോകുന്നു? ഞാൻ പറയാൻ വേണ്ടിയിട്ട് സമ്മതിക്കൂ, മനസ്സിലായ? അപ്പോൾ ഈ പറയുന്നത് പോലെ തന്നെ ഇവിടെ നിന്ന് നമ്മുടെ വീട്ടിൽ നിന്ന് എടുത്ത് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പണ്ടത്തെ ഒരു കാലഘട്ടം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളെ വീട്ടിലൊക്കെ തന്നെ വേസ്റ്റ് ഉണ്ടെങ്കിൽ ആളുകൾ തന്നെ എന്താ ചെയ്യുന്നത്? പതുക്കെ വേസ്റ്റ് എടുത്ത് സ്കൂട്ടറിലും കാറിലും ഒക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ട് ഏതെങ്കിലും ഒരു പ്രദേശത്ത് കൊണ്ടുവന്ന് അതിനെ പതുക്കെ ചവിട്ടി ഇട്ടിട്ട് പോകും. ആരെങ്കിലും വിരോധികളായിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ തന്നെ അവരുടെ വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ മുറ്റത്തിട്ട് പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ ഉണ്ട്. അടുത്ത പോയിന്റ് ഞാൻ പറഞ്ഞിട്ട് ഇപ്പോ അത് ഈ പ്രശ്നത്തിൽ ഞാൻ ഒരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. പ്ലാന്റ് മത്സരിക്കുന്ന പേട്ട, ഞാൻ മത്സരിക്കുന്ന കൊടുങ്ങാനൂർ അല്ലെങ്കിൽ കുന്നുകുഴി. പ്ലാന്റ് എവിടെ? ഹോട്ടലിൽ നിന്ന് എടുക്കുന്ന വേസ്റ്റ് എന്ത് ചെയ്യുന്നു? കേൾക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ കാണിക്കും. ഈ കാര്യങ്ങൾ ഞാൻ നിങ്ങൾ ക്ഷമ കാണിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ പരാതി. ഈ കുട്ടിക്ക് ക്ഷമയില്ല. അപ്പൊ ഒരു വോട്ടർ അത് കുറെ നേരം പന്നിയുടെ വയറാണോ മാലിന്യ സംസ്കരണ പ്ലാന്റ്? പന്നിയുടെ വയറും തമിഴ്നാട് ഇത്രയും പ്രാകൃതമായ ഒരു ഭരണ സംവിധാനത്താണ് വീണ്ടും 5 വർഷം കൂടെ ചോദിക്കുന്നത്. തിരുവനന്തപുരം നഗരം ഒടിഞ്ഞു പോകും. എൻ്റെ പേര് സഞ്ജയ് എന്നാണ്. എനിക്ക് ചോദ്യം ചോദിക്കാനുള്ള ശ്രീ VV രാജേഷിനോടാണ്. ആദ്യം തന്നെ സൂചിപ്പിച്ചാൽ ഇപ്പോൾ ഒരു തർക്കം ഉണ്ടായതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ആദ്യം പറയാനുള്ളത്, ശ്രീ VV രാജേഷ് നിലവിലത്തെ കൗൺസിൽ അംഗമാണ്.
തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ കാലയളവിൽ ഏറ്റെടുത്തിട്ടുള്ള ഉറവിട മാലിന്യ സംസ്കാരത്തെ വളർത്തിയെടുക്കുക എന്നുള്ള വലിയ ലക്ഷ്യമായിരുന്നു തിരുവനന്തപുരം നഗരസഭ കഴിഞ്ഞ കാലയളവിൽ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ തിരുവനന്തപുരം നഗരസഭയിലെ നിരവധിയായിട്ടുള്ള റെസിഡൻസ് അസോസിയേഷനുകളെയും മറ്റ് സംഘടനകളൊക്കെ തന്നെ സഹായത്തിൽ നല്ല രീതിയിൽ നടന്നു വരുന്നുണ്ടെന്നുള്ളതാണ് ഒരു വോട്ടർ നിലയിൽ എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്. മറ്റൊരു ചോദ്യം താങ്കൾ കുറച്ചു മുമ്പ് ഈ ചർച്ച ആരംഭിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഈ മാനവീയ അടക്കമുള്ള റോഡുകൾ നവീകരിക്കുന്ന അല്ലെങ്കിൽ ഈ രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി കേന്ദ്രം 1000 കോടി രൂപ സൗജന്യമായി തന്നു എന്നുള്ളതാണ്. ഞാൻ ചോദിക്കാനുള്ളത്, വെറുതെ ഇരുന്ന തിരുവനന്തപുരം നഗരസഭയുടെ മേയർ ആര്യ രാജേന്ദ്രനെ താങ്കൾ ഇങ്ങോട്ട് വരണം, BJP സർക്കാർ നിങ്ങൾക്ക് 1000 കോടി രൂപ ചുമ്മാ തരാം, തിരുവനന്തപുരം നഗരത്തെ പോയി ഒന്ന് നവീകരിച്ച് സ്മാർട്ടാക്കി തിരിച്ചു വരൂ എന്ന് പറയാനാണോ 1000 കോടി രൂപ കൊടുത്തത്? നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഈ ഇത്തരത്തിൽ സ്മാർട്ട് സിറ്റി പദ്ധതി നടപ്പിലാക്കുമ്പോൾ കേന്ദ്രത്തിൻ്റെയും ഒപ്പം തന്നെ സംസ്ഥാന സർക്കാരിൻ്റെ ഒക്കെ തന്നെ വിഹിതം എടുത്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പദ്ധതി നടപ്പിലാക്കുന്നത്. മാത്രമല്ല മറ്റൊന്ന് കേന്ദ്ര സർക്കാർ ഇത്തരത്തിലൊരു പദ്ധതിയെ അല്ലെങ്കിൽ ഒരു നഗരത്തെ ഉൾപ്പെടുത്തി പോകുമ്പോൾ ആ ഭരണസമിതിയുടെ ഭരണപരമായിട്ടുള്ള ക്ഷമതയെ കൃത്യമായി പരിശോധിച്ച് നിങ്ങൾ കേന്ദ്രം നിശ്ചയിക്കുന്ന ഒരു ഭരണസമിതിയാണ് അതിനെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സർക്കാർ തന്നെ തിരുവനന്തപുരം നഗരസഭ ഏറ്റവും മികച്ചതാണ്, തിരുവനന്തപുരം നഗരസഭയിലെ പ്രവർത്തനങ്ങൾ ഏറ്റവും മികച്ചതാണ് അംഗീകരിച്ചതിന്റെ ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പോയിന്റ്. മറുപടി പറയാം. എൻ്റെ കുട്ടി തിയറി പഠിച്ചിട്ടുണ്ട്, ഉറവിട മാലിന്യ സംസ്കരണം. ഞാൻ പ്രാക്ടിക്കലാണ് നോക്കിയിട്ടുള്ളത്, തിയറി നോക്കിയിട്ട് പ്രാക്ടിക്കൽ. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന കിച്ചൺ ബിന്നാണ്. കിച്ചൺ ബിൻ ഉറവിട മാലിന്യ സംസ്കരണം 60,000 കിച്ചൺ ബിൻ വിതരണം ചെയ്യുന്നതാണ് കണക്ക്. ഞങ്ങൾക്കറിയാം 10,000 കൂടി വിതരണം ചെയ്തില്ല, ബാക്കി പൈസ അടിച്ചു മാറ്റിയാണ്. ഒരു കിച്ചൺ ബിന്നിന് ഒരു മാസം 3 കിലോ ഇനോക്കുലം വേണം. അങ്ങനെയാണെങ്കിൽ 60,000 കിച്ചൺ ബിൻ ഒരു മാസം പ്രവർത്തിക്കണമെങ്കിൽ 60,000 × 3 കിലോ ഇനോക്കുലം ആണെങ്കിൽ എത്ര കിലോ ഇനോക്കുലം വേണം? താങ്കളൊരു കാര്യം ചെയ്യുക, കഴിഞ്ഞ 2 വർഷം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണക്കുണ്ട് എത്ര കിലോ ഇനോക്കുലം വാങ്ങിയിട്ട്. കോർപ്പറേഷൻ ഇനോക്കുലം വാങ്ങിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കണമെന്നാണല്ലോ കണക്ക്. ഞാൻ മന്ത്രി ബഹുമാനപ്പെട്ട വി ശിവൻകുട്ടിയും മുൻ മേയർ പ്രശാന്തും ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള മനോരമ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അവരോട് ചോദിച്ചു എത്ര കിലോ ഇനോക്കുലം ഇപ്പോൾ വാങ്ങിക്കുന്നുണ്ടെന്ന്. 60,000 കിച്ചൺ ബിന്നിന് ഒന്നിന് 3 കിലോ വെച്ചാണെന്നുണ്ടെങ്കിൽ എത്ര കിലോ വേണം? 60,000 × 3. ഇപ്പം തിരുവനന്തപുരം കോർപ്പറേഷനിൽ കഴിഞ്ഞ 2 വർഷത്തെ കണക്ക് ഞാൻ പരിശോധിച്ചു. 3000 കിലോ ഇനോക്കുലം മാത്രമാണ് ഒരു വർഷം കോർപ്പറേഷൻ വാങ്ങി. അതായത് 1000 കിച്ചൺ ബിന്നെ പ്രവർത്തിക്കുന്നുള്ളൂ കോർപ്പറേഷൻ്റെ കണക്കുകൾ. അത് പൊട്ടിപ്പൊളിഞ്ഞു പോയി. പലരും വീട്ടിൽ കിച്ചൺ ബിൻ്റെ ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിൽ പൂച്ചക്കുട്ടിയെ വളർത്തുകയും തുണി നനച്ച് വിരിക്കുകയും ഇപ്പോൾ ചെയ്യുന്നത്. ഇതാണ് ഉറവിട മാലിന്യ സംസ്കരണം അമ്പേ പരാജയപ്പെട്ട് 7 കോടി രൂപയാണ് അഴിമതി. രണ്ടാമത് അങ്ങ് പറഞ്ഞ പോലെ ആര്യ രാജേന്ദ്രൻ്റെ കാലഘട്ടത്തിലല്ല സ്മാർട്ട് സിറ്റി അനുവദിച്ചത്. വ്യക്തമായിട്ട് പഠിച്ചിട്ട് വരാം. പ്രശാന്ത് മേയറും വെങ്കയ്യ നായിഡു കേന്ദ്ര നഗരാസൂത്രണ വകുപ്പ് മന്ത്രിയുമായിരുന്നപ്പോൾ 2017 സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് വേണ്ടി പണം അനുവദിച്ചത്. 1000 കോടി രൂപയിൽ 600 കോടി രൂപ കേന്ദ്രവും 200 കോടി രൂപ കോർപ്പറേഷനും 200 കോടി രൂപ സംസ്ഥാന സർക്കാരും കൊടുക്കണമെന്നാണ് കണക്ക്. 2017 കൊടുത്ത പദ്ധതി 2019 പൂർത്തിയാക്കേണ്ടതായിരുന്നു. നിങ്ങൾ അമിതമായ കമ്മീഷൻ മോഹിച്ചുകൊണ്ട് ഒരു കലിങ്ങ് പോലും നിർമ്മിച്ചിട്ടില്ലാത്തവർക്ക് ഇതിൻ്റെ കൊട്ടേഷൻ കൊടുത്തു. അവർ റോഡ് അത്രയും കുഴിച്ചിട്ടാണ് സ്മാർട്ട് സിറ്റിയുടെ ആ ഡയഗ്രം എടുത്ത് നോക്കിയപ്പോഴേക്കും അതിനടിയിലുണ്ടാവുള്ള കേബിൾ. ഞാനൊരു കോൺട്രാക്ടറോട് ചോദിച്ചോ പറയാണ്, അയ്യോ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ, ഞങ്ങൾ ഇത്രയും വലിയ വർക്ക് ചെയ്തിട്ടില്ല, കേബിൾ ബാംഗ്ലൂരിൽ കമ്പനിയിൽ നിന്ന് വരുന്നത്. അതങ്ങനെയാണ് 1.5 വർഷം ഈ റോഡ് പറയട്ടെ. ഈ നിങ്ങൾ ഏൽപ്പിച്ചില്ലേ പണി, 40% കമ്മീഷൻ ചോദിച്ചത് കൊണ്ട് നിങ്ങൾ പെറ്റി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൊടുത്തു. അവർക്ക് സ്മാർട്ട് സിറ്റി റോഡ് ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇല്ല, അവർക്ക് ഏത് കേബിൾ ഇടണമെന്ന് അറിഞ്ഞൂടാ. അങ്ങനെയാണ് കുഴിച്ച റോഡുകൾ വീണ്ടും മൂടിയത്. 1.5 വർഷം തിരുവനന്തപുരത്തെ ജനങ്ങൾ മുഴുവൻ ബന്ദിയായി കിടന്നത്. ദീപക്കെ, ഞങ്ങൾ സ്കൂൾ തുറക്കുന്നതിൻ്റെ തലേ ദിവസവും റോഡ് മുഴുവനും കുഴിച്ചിട്ടുന്നതിനെതിരെയാണ് കോട്ടൺ സ്കൂളിൻ്റെ മുമ്പിൽ ഞങ്ങൾ സമരം ചെയ്തത്. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ റോഡ് മുഴുവനും വീണ്ടും വെട്ടിപ്പൊളിക്കാൻ പോവുകയാണ്. കാരണം എന്താണ്? ഇതിൻ്റെ സൈഡിൽ ഡക്റ്റ് ഇടണം. ആ ഡക്റ്റ് വഴിയാണ് ഇലക്ട്രിക് കേബിൾ, വാട്ടർ കണക്ഷൻ പോവേണ്ടത്. ഡക്റ്റ് ഇല്ലാത്ത റോഡൊക്കെ വീണ്ടും വെട്ടിപ്പൊളിക്കേണ്ടി വരും. ആരോട് ചോദിക്കാനുള്ള? 3 ആൾക്കാരോടും അല്ല. ഞാൻ എൻ്റെ പേര് ബിജിത്താണ്. ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും വക്താവല്ല. മുഖത്ത് നോക്കി ചിരിക്കാത്തവരാണ് വീട്ടിൽ ചിരിച്ചും കൊണ്ട് വോട്ട് ചോദിക്കാൻ വരുന്നത്. ഇവരിൽ ആരെങ്കിലും ഒരാൾ ജയിച്ചു പോകും. നേരിട്ട് കണ്ടാൽ മുഖത്ത് നോക്കി ചിരിക്കും. എന്നിട്ട് മനസ്സിലായില്ല. അതായത് മുഖത്ത് നോക്കി ചിരിക്കാത്തവരാണ് വീട്ടിൽ വോട്ട് ചോദിച്ചു വരുന്നത്. ഇവരാരും മുഖത്ത് നോക്കി ചിരിക്കാറില്ല. വീട്ടിൽ വരും. ഇവരെല്ലാം പറയുന്നത് വോട്ട് കിട്ടി ജയിച്ചു പോയി കഴിഞ്ഞാൽ നേരിട്ട് കണ്ടാൽ 3 പേര് നന്നായി ചിരിക്കുന്നുണ്ട്. പിന്നെ എന്താ പ്രശ്നം? ചിരിക്കാൻ അറിഞ്ഞൂടെന്നുള്ളതാണ് പറയുന്നത്. നന്നായിട്ട് ചിരിക്കാൻ. ഹലോ, അതിന് കുഴപ്പമില്ല. അല്ല, എനിക്ക് ആ കുട്ടിയുടെ ഒരു അരാഷ്ട്രീയ ചോദ്യത്തിന് മറുപടി പറയാറുണ്ട്. ഈ കൗൺസിലേഴ്സ് ഇപ്പോൾ ഏത് പാർട്ടിയായാലും ഒത്തിരി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്.
നമ്മൾക്ക് ഏത് പാർട്ടിയാണ് ഇവരൊക്കെ രാവിലെ തൊട്ട് ഇല്ലാത്ത പൈസ ഉണ്ടാക്കി മലയും കാടും ഒക്കെ കയറി രാഷ്ട്രീയമാണ്. നമ്മൾ അങ്ങനെ ഒരു അരാഷ്ട്രീയവാദം കൊണ്ടുവരില്ല. കഷ്ടപ്പെടുന്ന ഒത്തിരി സാധാരണ ചേട്ടന്മാരും ചേച്ചിമാരുമാണ്. എൻ്റെ അഭിപ്രായം. എൻ്റെ പേര് ഗിരീഷ് എന്നാണ്. എനിക്ക് ചോദിക്കാനുള്ളത് പ്രതിപക്ഷത്തിലുള്ള രണ്ടുപേരോടാണ്, മുഖ്യമായും ശ്രീ ശബരിനാഥ് അവർകളോടാണ്. കാരണം കോർപ്പറേഷൻ പിടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് കോൺഗ്രസ് ആണ്. അതുകൊണ്ടാണ് കോൺഗ്രസിനോട് ആ ചോദ്യം ചോദിക്കുന്നത്. അദ്ദേഹം 3 പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഈ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട്. 1, പിൻവാതിൽ നിയമനം. 2, ഫണ്ടുകളുടെ തിരിമറി അല്ലെങ്കിൽ അഴിമതി. അത് SC/ST ഫണ്ടുകൾ അടക്കം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ റോഡുകളുടെ പ്രശ്നം. അങ്ങനെ ചോദ്യത്തിലേക്ക് വരും. ഞാൻ അദ്ദേഹത്തെ ചോദിക്കുന്നത്, നിങ്ങൾക്ക് അധികാരം കിട്ടിയാൽ ഈ 3 പ്രശ്നവും കൃത്യമായി പരിഹരിക്കുമെന്ന് ഇപ്പോൾ ഇവിടെ പറയാൻ കഴിയുമോ? സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. UDFന്റെ അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന ഭാവിയുടെ തിരുവനന്തപുരത്തെ വാർത്തക എന്നുള്ളതാണ്. അതിനകത്ത് തീർച്ചയായിട്ടും നിങ്ങൾ പറയുന്ന പിൻവാതിലിൻ്റെ വിഷയമുണ്ട്, അഴിമതിയുടെ വിഷയമുണ്ട്, റോഡുകളുടെ വിഷയമുണ്ട്. ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ പലപ്പോഴും ഈ കോർപ്പറേഷന് ജോലി എന്ന് വെച്ചാൽ ഫണ്ട് പൂർത്തിയാക്കുക, അതല്ല. നമുക്കൊരു ഫ്യൂച്ചറിസ്റ്റിക് പ്ലാൻ ഉണ്ടാക്കണം. ഇപ്പം ഞാൻ മത്സരിക്കുന്ന കവടിയാർ വാർഡിൽ അവിടെ 50% വീട്ടിലും നല്ല സാമ്പത്തിക ചുമതലയുള്ള ആളുകൾക്ക് വീട്ടിൽ പ്രായമുള്ള ആളുകളാണ്, അവർക്ക് മക്കൾ ഇവിടെ ഇല്ല. അല്ലെങ്കിൽ സാധാരണ ആളുകളുടെ വീട്ടിലുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ പണമുള്ള ആളുകൾക്കും അവിടെ വലിയ സീനിയർ ആളുകൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അപ്പോൾ അത് നമ്മൾ പരിഹരിക്കണം. ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ കഴിയും. ഞാൻ പറഞ്ഞു, ഉപ്പടാമൂട് പാലത്തിന് കീഴിൽ മണ്ണ് കഴിച്ചു എന്ന് ആക്ഷേപിക്കപ്പെടുന്ന ആ കുടുംബം മുതൽ കവടിയാറിലുള്ള മക്കളില്ലാതെ കൊണ്ട് വീട്ടിൽ ഒഴിച്ചിരിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള അമ്മമാർക്കും അമ്മമാർക്കും എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, അവരുടെ മക്കൾക്ക് ജോലി ചെയ്യാൻ കഴിയുന്ന ഈ തിരുവനന്തപുരത്തിന് എന്താണ് ഇല്ലാത്തത്? സിറ്റിക്കകത്തൊരു എയർപോർട്ട്, ഇത്രയധികം വിദ്യാഭ്യാസ സ്ഥാപനം, ഇത്രയുള്ള മാനവ അതിനെ യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. അതിനെ യൂസ് ചെയ്യാതെ ഭാവന ഇല്ലാത്ത ഒരു കോർപ്പറേഷൻ. എൻ്റെ പേര് സുൽഫി കരമന എന്നാണ്. ഈ ഇടകാലത്ത് ഒരു 5-6 കൊല്ലത്തിന് മുമ്പ് ഈ മാനവീയം തെരുവിടം അല്ലെങ്കിൽ ഈ മാനവീയം കൾച്ചർ ഇത്രയും ഭംഗിയാക്കി, അതായത് കൊച്ചു കുട്ടികൾ മുതൽ അങ്ങോട്ട് വയസ്സായവരും ടീനേജ് മറ്റേ എന്താ പറയണ എന്നെ ഡിസേബിൾഡ് ആയ ആളുകളും ഡെഫായ ആളുകളും ഇങ്ങനെ കുറേ പേര് ഇവിടെ ഇപ്പോൾ നിലവിൽ വന്നും പോയി നല്ല ഒരു ഇതിലായിരിക്കുന്നത്. ഇത് ഇനിയും മുമ്പിലോട്ട് പോകാൻ ഇനിയും വേറെ എന്തൊക്കെ അതിന് മറുപടി പറയാം. അതിന് മുൻപ് 3 പേരിലേക്ക് അവസാനത്തെ റൗണ്ടിൽ വരുവാണ്. അങ്ങേക്ക് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ശ്രീ SP ദീപക്, ഇപ്പം അതിന് മറുപടി പറഞ്ഞുകൊണ്ട് തുടങ്ങാം. പക്ഷേ എൻ്റെ ചോദ്യം ഇതാണ്, നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് ആവർത്തിച്ച് പറയുന്നതിൻ്റെ ഒരു കാരണം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഒരു വിൻഡോയാണ്, അതിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു കാര്യമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ മറ്റൊന്നാണ് എന്നൊക്കെ പറയാമെങ്കിൽ പോലും പക്ഷേ ഇതൊരു വിൻഡോയാണ്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിലായി LDF കാണുന്നുണ്ടോ? അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഫലം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ പ്രതിഫലിക്കും എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുമോ? നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായാലും അനുകൂലമായാലും? അല്ല, സ്വാഭാവികമാണല്ലോ. നടക്കുന്ന ഓരോ തെരഞ്ഞെടുപ്പും അതിന് രാഷ്ട്രീയ പ്രാധാന്യമുള്ള തെരഞ്ഞെടുപ്പുകളാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പും അതിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ഇതിനെ തുടർന്ന് തന്നെയാണ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുകൊണ്ട് LDFനെ സംബന്ധിച്ച് ഒരു സംശയവുമില്ല, ഞങ്ങൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം കരസ്ഥമാക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും ഇതിനകത്ത് നടന്നിട്ടുള്ളത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു അഴിമതിയില്ല, ജനങ്ങൾ അനുഭവിച്ചവരാണ്. തിരുവനന്തപുരം നഗരസഭ കാണിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും വോട്ട് ചോദിക്കാൻ പറ്റുമോ? പിന്നെ ചോദിക്കാൻ പറ്റാത്ത എന്താ? പറ്റും ചോദിക്കാൻ പറ്റാത്ത എന്താ? ഇത് ഇവിടെ മാത്രമല്ലല്ലോ, ഇന്ത്യക്കകത്തുള്ള മറ്റ് സംസ്ഥാനങ്ങൾക്ക് മാതൃകയാണ് ഇതെന്ന് പറയുന്ന എത്രയോ BJPയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും നേതാക്കന്മാർ ഉണ്ട്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒക്കെ ഉള്ള കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പറഞ്ഞിട്ടില്ലേ, ഇത് കണ്ടുപിടിക്കണം, കേരള മോഡൽ കണ്ടുപിടിക്കണോ എന്നുള്ളത് പറഞ്ഞിട്ട് അത് ഉള്ളിൽ തട്ടിയിട്ട് വരുന്നതാണ്. അതല്ലാതെ ഈ പറയുന്ന നമ്മുടെ രാജേഷിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ്, യൂണിയൻ ഗവൺമെന്റ് എവിടെ എന്താണ് കേരളത്തെ എത്ര പ്രാവശ്യമാണ്, എത്ര അവാർഡുകളാണ് നമ്മുടെ ഈ പറയുന്ന സംസ്ഥാനത്ത് കൊടുത്തിട്ടുള്ളത്? അതെല്ലാം അസസ് ചെയ്യാതെയും വാല്യുവേറ്റ് ചെയ്യാതെയും ഇങ്ങനെ ചുമ്മാ കൊടുക്കുന്ന അവാർഡുകളാണ്.
ലോകത്ത് തന്നെ ആളുകൾ വന്നിരിക്കുകയാണെന്ന് ഇവിടെ കേരളത്തിൽ വന്ന് ഇത് എങ്ങനെയാണ് ശരി, ആ പോയിന്റ് വ്യക്തമാണ്. രാജേഷ് പറയും. എന്താ ചോദ്യം എന്താണ്? അല്ല, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പൺ ഗേറ്റ് ആണ്. ഞാൻ പറയാം. തിരുവനന്തപുരത്തെ കാണിച്ചുകൊണ്ടാണ് ഇവർ കേരളത്തിലെ 140 മണ്ഡലങ്ങളിൽ വോട്ട് ചോദിക്കാൻ പോകുന്നത്. അതായത് നിങ്ങൾക്ക് പ്രശ്നമാവും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഭരണം ജനങ്ങൾ BJP ഏൽപ്പിക്കും എന്നുള്ള കാര്യത്തിൽ 100% ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ മുന്നോട്ട് പോകും. ഞാനൊരു കാര്യം പറയാം ജനങ്ങൾ കേൾക്കാൻ വേണ്ടി. ലോകത്ത് തന്നെ ഒരുപാട് സ്ഥലത്ത് യാത്ര ചെയ്തിട്ടുള്ളവരുണ്ട്. എയർപോർട്ട്, സീപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, IT മേഖല, ഇതെല്ലാം ഇത്രത്തോളം തൊട്ടടുത്ത് കിടക്കുന്ന നഗരം ലോകത്ത് തന്നെ ചുരുക്കമാണ്. ബാംഗ്ലൂർ ഒരു 35-40 കിലോമീറ്റർ അപ്പുറത്താണ് ടൗണിൽ നിന്നും എയർപോർട്ട്. ചെന്നൈ ആയിക്കോട്ടെ, മുംബൈ ആയിക്കോട്ടെ, ഡൽഹി ആയിക്കോട്ടെ, നമുക്കൊരു 10 മിനിറ്റ് മതി സിറ്റിയിൽ നിന്ന്. അപ്പോൾ ഇത്രത്തോളം ഈശ്വരാനുഗ്രഹമുള്ള ഒരു പട്ടണം വേറെയില്ല. അനന്തമായ സാധ്യതകളുണ്ട്. മെഡിക്കൽ ടൂറിസത്തിന് സാധ്യതയുണ്ട്. പിൽഗ്രിം ടൂറിസം, ആറ്റുകാൽ ക്ഷേത്രം, പത്മനാഭസ്വാമി ക്ഷേത്രം, ഭീമാപള്ളി, വെട്ടുകടക്ക ചേർത്തുകൊണ്ട് പിൽഗ്രിം ടൂറിസം, RCC, ശ്രീത്ര മെഡിക്കൽ കോളേജ്, മികച്ച പ്രൈവറ്റ് സ്വകാര്യ ആശുപത്രികൾ, ഇവരൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി, ഇതിനൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് മെഡിക്കൽ ടൂറിസം പ്രോത്സാഹിപ്പിച്ച് കഴിഞ്ഞാൽ വിദേശത്തുനിന്ന് നിരവധി ആളുകളുടെ ചികിത്സയ്ക്ക് വരികയും നമ്മുടെ ടോട്ടൽ ഇൻകം ഫ്ലോ വർദ്ധിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു വിഹിതം കോർപ്പറേഷനും കിട്ടും. IT സെക്ടറിൽ നമുക്ക് അനന്തമായ സാധ്യതകളുണ്ട്. നമുക്ക് ഒന്നുകൂടി ഇതിൻ്റെയൊക്കെ പ്രശ്നം എന്താണ്? ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യണം. കഴിഞ്ഞ ദിവസം കോവളം ചില ഹോട്ടലുകാരെന്നെ ഒന്ന് കണ്ടിരുന്നു. കോർപ്പറേഷൻ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് അവർ പറഞ്ഞു, നിങ്ങളുടെ ഭരണം വന്നാൽ ഞങ്ങളെ സഹായിക്കണം, കാരണം ഞങ്ങൾക്ക് നീതിപൂർവമായ കാര്യങ്ങൾ ചെയ്തു തരണം. അവർ പറഞ്ഞത്, ഞാൻ ചോദിച്ചു ടൂറിസം എങ്ങനെയുണ്ട്? വിദേശികൾ ആരും ഇപ്പം ഇവിടെ വരില്ല. കാരണം എന്താണ്? ഇവിടെ വന്ന ഏതോ ഒരു സാഹിബിനെ ഒരു പട്ടി ഓടിച്ചിട്ട് കടിച്ച് അത് ഇൻ്റർനാഷണൽ ന്യൂസാണ്. ഒരു സാഹിബിനെ പട്ടി കടിച്ചപ്പോൾ അത് അമേരിക്കയിലും ലണ്ടനിലും ഒക്കെ വാർത്തയാണ്. ആരും ഇവിടുത്തെ പട്ടിയടി പേടിച്ച് ഇങ്ങോട്ട് വരുന്നില്ല. അപ്പോൾ ഒരു പട്ടി ഒരു വിദേശി ടൂറിസ്റ്റിനെ കടിച്ചപ്പോഴേക്കും ആരുടെ പരാജയമാ? കോർപ്പറേഷൻ തെരുവുനായി ശല്യം. ഞങ്ങളുടെ ഭരണം വന്നാൽ കേന്ദ്ര ഗവൺമെന്റ് സഹായത്തോടെ ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹരിക്കുകയും തിരുവനന്തപുരത്തിന്റെ അനന്തമായ സാധ്യതകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് 2030 ഇന്ത്യയിലെ ഏറ്റവും മികച്ച പട്ടണമാക്കി തിരുവനന്തപുരത്ത് മാറ്റും. ആരും ജീവിക്കുവാൻ ആഗ്രഹിക്കുന്ന പട്ടണമായി തിരുവനന്തപുരത്ത് മാറ്റും. എനിക്ക് പറയേണ്ടി വരും. ഒറ്റ ചോദ്യം കൂടി ഇതിന് അഡീഷണൽ ആയിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, കവടിയാറിൽ അങ്ങ് ജയിച്ചു എന്ന് എന്നെ കരുതുക, ജനവിധിയാണ്. അടുത്ത അരുവിക്കര നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ? കവടിയാർ വിജയിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. UDF 51 സീറ്റിൽ കൂടുതൽ ഒഴിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ UDF ഭരിക്കും. ആ ഭരിക്കുന്ന UDF എല്ലാവർക്കും ജീവിക്കാൻ കഴിയുന്ന, നേരത്തെ പറഞ്ഞു തുടങ്ങിയൊരു പോയിന്റുണ്ട്, ഇത്രയധികം റിസോഴ്സുകളുള്ള, ഞാൻ സീപോർട്ട്, എയർപോർട്ട്, ഇത്രയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അദ്ദേഹം പറഞ്ഞ രാജീവ് ഗാന്ധി സെൻറ്റർക്ക് സന്തോഷം. കാരണം എൻ്റെ പിതാവ് ഉള്ളപ്പോഴാണ് ആദ്യമായിട്ട് രാജീവ് ഗാന്ധി സെൻറ്റർ കൊണ്ടുവന്ന പേര് പറഞ്ഞതിന് രാജേഷിന് താങ്ക് യു പറയുന്നത്. ഐസർ അടക്കം, IAST അടക്കം, ശ്രീത്ര അടക്കം, RCC അടക്കം, മെഡിക്കൽ ടൂറിസം, കോവളം, വർക്കല പോലത്തെ സ്ഥലങ്ങൾ, അതുപോലൊക്കെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും കൂടുതൽ മറ്റൊരു സിംഗപ്പൂർ മോഡലോ ഒരു ബാംഗ്ലൂർ മോഡലോ ഒരു ഇൻഡോർ മോഡലോ ഒന്നും വേണ്ട. തിരുവനന്തപുരത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കി ഇന്ത്യയിലെ ഏറ്റവും വരുമാനമുള്ള കമ്പനിയാക്കി മാറ്റും, ഒരു മുനിസിപ്പാലിറ്റി ആക്കുമ്പോൾ. തിരുവനന്തപുരത്തെ വോട്ടർമാർ ആഗ്രഹിക്കുന്ന ചോദ്യമാണത്. അരുവിക്കരയ്ക്ക് പോകുമോ ഇനി? ഇവിടെ ഞാൻ തിരുവനന്തപുരത്ത് കവടിയാർ വാർഡിൽ മത്സരിച്ച് നല്ല ഭൂരിപക്ഷത്തിൽ വിജയിച്ച് 51 സീറ്റിൽ കൂടുതൽ UDFൻ്റെ കോൺഗ്രസിൻ്റെ ഒരു നഗരസഭാ ഭരണം ഉണ്ടാകും 100%. അരുവിക്കരയ്ക്ക് പോകുമോ? വ്യക്തമാക്കില്ല. ക്ലിയർ ആണല്ലോ. തിരുവനന്തപുരത്ത് ഞാൻ കവടിയാർ വാർഡിൽ മത്സരിച്ച് ജയിച്ച് നാളെ UDFൻ്റെ ഒരു കോർപ്പറേഷൻ വരുമ്പോൾ അതിനകത്ത് ഞാനും തീർച്ചയായിട്ടും ഉണ്ടാകും. ശരി, ആ വ്യക്തമാണ്. എന്തായാലും തിരുവനന്തപുരത്തിന്റെ രാഷ്ട്രീയ ചർച്ചകൾ ഈ വിധത്തിൽ തന്നെ മുന്നോട്ട് പോവുകയാണ്. അനന്തപുരിയുടെ മണ്ണ് എന്തായാലും കേരളത്തിന്റെ ദിശാസൂചികയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ന്യൂസ് മലയാളം പൊളിറ്റിക്കൽ മാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു. ഗുഡ് നൈറ്റ്.